ഉദ്ഗളിക്കുന്ന വാഗ്ധോരണി വരദാനമായി ലഭിച്ച ഉജ്ജ്വല പ്രഭാഷകൻ, ഹൃദയത്തിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക് സംവദിക്കുന്ന വാക്കുകളുമായി അനുവാചക ഹൃദയങ്ങൾ കീഴടക്കിയ ബഹുമാന്യ വ്യക്തിത്വം, ഭാഷ ദേശാന്തര സീമകൾ ഭേദിച്ച പ്രസംഗ വിരുന്ന്, മതനിയമങ്ങൾ സഗൗരവം പറയാൻ ഭയക്കാത്ത മടിയിൽ കനമില്ലാത്ത പ്രഭാഷകൻ, കൊട്ടിഘോഷങ്ങളുടെ ഹൈടെക് പ്രഭാഷണ കാലത്ത് താളമേളങ്ങളുടെ അകമ്പടിയില്ലാതെ അനുധാവനങ്ങൾക്ക് അനുയോജ്യനായ വാഗ്മി ഉസ്താദ് സിംസാറുൽ ഹഖ് ഹുദവി പ്രൗഢഗംഭീരമായ ആക്കോട് ഇസ്ലാമിക് സെന്ററിന്റെ വാർഷിക മഹാസദസ്സിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രഭാഷണ കർമ്മം നിർവഹിക്കുന്നു. ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. أعوذ بالله من همزات الشياطين وأعوذ بالله أن يحضرون. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. أعوذ بكلمات الله التامات من كل شيطان وهامة ومن كل عين لامة. اللهم لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك. سبحانك سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك فلك الحمد ولك الشكر حتى ترضى. اللهم صل وسلم وزد وبارك على حبيبك سيدنا ومولانا وحبيبنا وقائدنا قائد الغر المحجلين يوم القيامة، أول شافع ومشفع وأول من يدخل الجنة وأول من تفتح له أبواب الجنان، نبينا وحبيبنا ومولانا محمد بن عبد الله صلوات ربي وسلامه عليه وعلى آله وأصحابه وعترته ومن اهتدى بهديه واستنى بسنته إلى يوم الدين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وشهد شاهد من أهلها إن كان قميصه قد من قبل فصدقت إن كان قميصه قد من قبل فصدقت وهو من الكاذبين وإن كان قميصه قد من دبر فكذبت وهو من الصادقين. فلما رأى قميصه قد من دبر قال إنه من كيدكن إنه من كيدكن إن كيدكن عظيم. بارك الله لي ولكم بالقرآن العظيم ونفعني وإياكم بما فيه من الآيات والذكر الحكيم وعصمني وإياكم برحمته من الشيطان الرجيم. ബഹുമാന്യരായ ആക്കോട് ഇസ്ലാമിക് സെൻ്ററിൻ്റെ മുഹിബ്ബീങ്ങളെ, അതിൻ്റെ ഭാരവാഹികളെ, എൻ്റെ പ്രിയങ്കരനായ സുഹൃത്ത്, സഹപാഠിയും സഹപ്രവർത്തകനുമായ ആക്കോടിൻ്റെ കുഞ്ഞാവ എന്നറിയപ്പെടുന്ന ഞങ്ങളുടെ പ്രിയങ്കരനായ മുസ്തഫ ഹുദവി, അദ്ദേഹത്തിൻ്റെ വ്യക്തിപരവും സാമൂഹികവുമായ ഇടപെടലുകളുടെ അനന്തരഫലമെന്നോണം വിരിപ്പാടത്ത് വിരിഞ്ഞു നിൽക്കുന്ന മഹാവിദ്യാഭ്യാസ സൗധങ്ങൾ കണ്ട് കണ്ണഞ്ചുന്ന ഒരു കാഴ്ചയൊരുക്കുന്ന ഒരു പ്രദേശമാണിവിടെ.
സ്ഥാപനത്തിൻ്റെ 23ാം വാർഷികം നടക്കുന്നതിൻ്റെ അനുബന്ധമായുള്ള ഇന്നത്തെ ഈ പരിപാടി, ഇവിടെ നടന്ന ശിലാസ്ഥാപന കർമ്മം, ദാഇയ ശിലാസ്ഥാപന കർമ്മം അടക്കമുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും സാക്ഷികളാകാൻ നേരത്തെ എത്തിയ ഒരുപാട് ആളുകൾ, വിദേശത്ത് നിന്ന് ഇവിടെ എത്തിയ ടീച്ചയും ബഷീർ സാഹിബുണ്ട്, പട്ടാര അഷ്റഫ് സാഹിബുണ്ട്, നേരത്തെ പറഞ്ഞ കുഞ്ഞു മുഹമ്മദുണ്ട്, മുജീബ് സാഹിബുണ്ട്, നിസാർക്ക ആലിയ നിസാർ സാഹിബ്, ഫഹദ് സാഹിബ്, ഇവരൊക്കെ വലിയ ജോലി തിരക്കുകളൊക്കെ മാറ്റിവെച്ചുകൊണ്ടാണ് ഈ സ്ഥാപനത്തോടുള്ള ആ ഒരു പ്രതിബദ്ധത കാത്തു സൂക്ഷിച്ചുകൊണ്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. നിങ്ങളൊക്കെ അള്ളാഹു നമ്മുടെ ഈ പരിശ്രമങ്ങളെ വിജയിപ്പിക്കട്ടെ. ഇന്നാ നഹ്നു നസ്സൽന الذിക്റ വഇന്നാ ലഹു ലഹാഫിളൂൻ. വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചത് നാമാണ്, നാം അതിനെ സംരക്ഷിക്കുക തന്നെ ചെയ്യും എന്ന അള്ളാഹുവിൻ്റെ പ്രഖ്യാപനം സാക്ഷാത്കരിക്കപ്പെടുന്നത് ഇതുപോലെയുള്ള പ്രവർത്തനങ്ങളിലൂടെയാണ്. ഇത് അള്ളാഹു അവൻ്റെ കിതാബിൻ്റെ ഖിദ്മത്തിന് ചില ആളുകളെ തസ്ഖീർ ചെയ്തിരിക്കുകയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ബഹുമാന്യനായ ആസിഫ് ദാരിമി ഉസ്താദ് ഇവിടെയുണ്ട്, നമ്മുടെ യമാനി ഉസ്താദുണ്ട്, അക്കോട് ജുമാഅത്ത് പള്ളിയുടെ ഖത്തീബ് തുടങ്ങി ഒരുപടി നേതാക്കന്മാരും ഉമറാക്കളൊക്കെ ഉണ്ട്. ഞാൻ വിഷയത്തിലേക്ക് കിടക്കുകയാണ്. ഉസ്താദ് സൂചിപ്പിച്ച പോലെ 10:30 മണിക്ക് അവസാനിപ്പിക്കേണ്ടതുണ്ട്. മാക്സിമം 10:40. അതിനപ്പുറത്തേക്ക് പോയ വണ്ടി മിസ്സായി പോകും. അതുകൊണ്ട് നമ്മൾ നേരെ വിഷയത്തിലേക്ക് കിടക്കുകയാണ്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒരു വചനമുണ്ട്, അഹ്സനുൻ നാസി ഫിറാസതൻ സലാസ. ഇൽമിൻ്റെയും ഈമാനിൻ്റെയും വെളിച്ചത്തിൽ ആളുകളുടെ മുഖം നോക്കി അവരെ ബോധിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യാൻ കഴിവുള്ള 3 സംഭവങ്ങൾ ചരിത്രത്തിൽ കടന്നുപോയതിനെ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തങ്ങൾ ഉദ്ധരിച്ചത് കാണാൻ കഴിയും. ഫിറാസത്ത് എന്ന് പറയുന്നത് ഒരു മുഅ്മിനായ മനുഷ്യന് ഈമാനികമായ ആത്മീയമായ പരിശുദ്ധി കൈവരുമ്പോൾ അള്ളാഹു നൽകുന്ന ഒരു സിദ്ധിയാണ്. മുഖം നോക്കി, ലക്ഷണം നോക്കി കാര്യങ്ങൾ പറയാൻ കഴിയുക. ഇതൊരു വലിയ ദീർഘമായ വിഷയമാണ്. അതിൻ്റെ അവസാനത്തിൽ ഈ ഒരു കഴിവ് നേടാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് സമയമുണ്ടെങ്കിൽ നമുക്ക് വിവരിക്കാം. ഇസ്ലാമിക് സെൻ്ററും ഇവിടുത്തെ പ്രവർത്തനങ്ങളും ഇവിടെയുള്ള മുതഅല്ലിമീങ്ങളും യതീമുകളും ഇവിടുത്തെ ഉസ്താദുമാരും പണ്ഡിതന്മാരും ഹാഫിളീങ്ങളും ഹിഫ്ളിന് പഠിച്ചുകൊണ്ടിരിക്കുന്നവരും ഈ അറിവൊക്കെ നേടിയാൽ കിട്ടേണ്ട ഒരു സാധനമാണ് ഫിറാസ എന്ന് പറയുന്നത്. ഫിറാസത്തുള്ള ആളുകൾ വളരെ കുറവായിരിക്കും. അൽ ഫിറാസത്തു വൽ ഖിയാഫ, ഇതൊക്കെ സജ്ജനങ്ങൾക്ക് അള്ളാഹു നൽകുന്ന ചില കറാമത്തിൻ്റെ ഭാഗമാണ്, അല്ലെങ്കിൽ അള്ളാഹു നൽകുന്ന വലിയൊരു സ്ഥാനമാണ്. ഒരു വ്യക്തിയോട് ചെന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. ആളെ കണ്ടാൽ അയാൾ എന്താണ് എന്ന് പ്രവചിക്കാൻ കഴിയും, അല്ലെങ്കിൽ അയാളെ നിർവചിക്കാൻ കഴിയും. അഹ്സനുൻ നാസി ഫിറാസതൻ സലാസ, ലക്ഷണം നോക്കി വിധി പറയാൻ കഴിയുന്ന 3 ആളുകളാണ് ഏറ്റവും നല്ലവർ. ഒന്ന്, അൽ അസീസു ഹീന ഖാല ലിംറഅതിഹി അക്രിമി മത്വാഹു അസാ അൻ യൻഫഅനാ وابنة شعيب حين قالت في موسى يا أبت استأجره وأبو بكر حين ولى عمر رضي الله عنهما. 3 പേർ ഏറ്റവും നല്ല മുഖലക്ഷണം പറഞ്ഞ ആളുകളാണ്. ഒന്ന്, യൂസുഫ് നബി അലൈഹിസ്സലാം ജോർഡാനിലെ കനാനിൽ നിന്ന് ഈജിപ്തിലേക്ക് അടിമയായി ട്രാൻസ്പോർട്ട് ചെയ്യപ്പെട്ട് ഈജിപ്തിലെ ഗവർണർ യൂസുഫ് അലൈഹിസ്സലാമിനെ അടിമച്ചന്തയിൽ നിന്ന് ആ ചെറുപ്പക്കാരനെ വാങ്ങിച്ചു കൊണ്ടുപോകുന്ന നേരം തൻ്റെ ഭാര്യയോട് സുലൈഖ ബീവിയോട് പറഞ്ഞു, അക്രിമി മത്വാഹു അസാ അൻ യൻഫഅനാ.
ഈ ചെറുപ്പക്കാരനോട് ആദരവോടെ ബഹുമാനത്തോടെ പെരുമാറണമേ. അസാ അൻ യൻഫഅനാ, നമുക്ക് തന്നെ രാജ്യത്തിനു തന്നെ ഉപകാരപ്പെടുന്ന ഒരു പ്രതിഭയായി ഇയാൾ വളർന്നു വരാനിടയുണ്ട്. അതുകൊണ്ട് ഇദ്ദേഹത്തോട് മാന്യമായി ബഹുമാനത്തോടെ പെരുമാറണം. ഇത് കേവലം ഒരു അടിമയല്ല. ഇത് പറയുമ്പോൾ യൂസുഫ് അലൈഹിസ്സലാം നബി ആയിട്ടില്ല, അത് അദ്ദേഹത്തിൻ്റെ ഫിറാസത്തായിരുന്നു എന്നാ പറയാം. മുഖം നോക്കി പറഞ്ഞതാണ്. രണ്ടാമത്തേത് വബനതു ശുഐബിൻ ഹീന ഖാലത് ഫീ മൂസ യാ അബതി ഇസ്തഅ്ജിർഹു ഇന്ന ഖൈറ മൻ ഇസ്തഅ്ജർതൽ ഖവിയ്യുൽ അമീൻ. ഉപ്പാ ഈ ചെറുപ്പക്കാരനെ, അതായത് മൂസ നബിയെ, നിങ്ങൾ വീട്ടിലെ ജോലിക്ക് വേണ്ട അജീറായി, കൂലിപ്പണിക്കാരനായി, വീട്ടിലെ സേവകനായി നിങ്ങൾ നിയമിക്കുകയാണെങ്കിൽ ആ നിയമിക്കപ്പെടുന്ന മനുഷ്യൻ അതിന് യോഗ്യനായ ഏറ്റവും നല്ല മനുഷ്യനാണ് എന്ന് ഇബ്നത്തു ശുഐബ് നബി അലൈഹിസ്സലാമിന്റെ മകൾ സഫൂറ ബീവി പറഞ്ഞത്. ശുഐബ് നബിന്റെ മകൾ തന്നെയായിരുന്നോ മൂസ നബിയുടെ ഭാര്യ എന്നതിലൊക്കെ ചരിത്രപരമായ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ശുഐബ് നബിയുടെ കാലഘട്ടവും മൂസ നബിയുടെ കാലഘട്ടവും തമ്മിൽ പരിശോധിക്കുമ്പോൾ ചരിത്ര പണ്ഡിതന്മാർക്ക് ഇവിടെ ഡിസഗ്രിമെന്റ് ഉണ്ട്. പക്ഷെ അങ്ങനെയാണ് കൂടുതലും അറിയപ്പെടുന്നത്, അങ്ങനെയാണ്. അതല്ല, ശുഐബ് നബി അല്ല, യിറൂൻ എന്ന് പറയുന്ന ഒരു സ്വാലിഹായ മനുഷ്യന്റെ മക്കളായിരുന്നു ഈ പെൺകുട്ടികൾ എന്നും ചരിത്രത്തിൽ കാണാൻ കഴിയും. ശുഐബ് നബി എന്നാണ് സാധാരണ പറഞ്ഞു കേൾക്കാറുള്ളത്. ഏതൊരു കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുമല്ലോ, കുഴപ്പമില്ല. അതിൻ്റെ ജുംഹൂർ എന്താണ് പറയുന്നത് നോക്കാനേ പറ്റുള്ളൂ. വബനതു ശുഐബിൻ ഹീന ഖാലത് ഫീ മൂസ യാ അബതി ഇസ്തഅ്ജിർഹു, ഉപ്പാ നമുക്ക് ഏറ്റവും നല്ല ഒരു മനുഷ്യനെ നമ്മുടെ വീട്ടിലെ കാര്യങ്ങളെ ഏൽപ്പിക്കാൻ അങ്ങ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിന് പറ്റിയ ഏറ്റവും നല്ല മനുഷ്യനാണ് മൂസ എന്ന ഈ ചെറുപ്പക്കാരൻ. മൂസാ നബി എപ്പോഴും നബിയല്ല. ആ പെൺകുട്ടി പറഞ്ഞത് എത്ര സത്യമായിരുന്നു. മൂന്നാമത്തെയാൾ അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹീന വല്ലാ ഉമർ, രോഗശയ്യയിൽ കിടക്കുമ്പോൾ ഖലീഫയായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തൻ്റെ പിൻഗാമിയായി വരാൻ പോകുന്ന ഖലീഫയെ നോമിനേറ്റ് ചെയ്തു. അത് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. ആ നോമിനേഷൻ അതൊരു ഫിറാസത്താണ്. ലോകം കണ്ടതിൽ വെച്ച് ഹബീബിൻ്റെ അനുയായികളിൽ ഇത്രമേൽ ലോകശ്രദ്ധയാകർഷിച്ച, ചരിത്രം രേഖപ്പെടുത്തിയ പ്രതിഭാധനനായൊരു ഭരണാധികാരി ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളല്ലാതെ ആരുണ്ട്? അത് അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ നോമിനേഷനാണ്. ഇങ്ങനെ 3 പേർ മനുഷ്യരെ ആത്മീക ജ്ഞാനം കൊണ്ട് നോക്കിക്കണ്ട് വിധി പറഞ്ഞിട്ടുണ്ട് എന്ന് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. ഈ സിദ്ധി കൈവരിക്കുക എന്നത് ഒരു മുഅ്മിനിന്റെ ലക്ഷ്യമായിരിക്കണം. നമ്മൾ നിസ്കരിക്കുന്നു, നോമ്പെടുക്കുന്നു, സുന്നത്ത് നോമ്പെടുക്കുന്നു, സ്വലാത്ത് ചൊല്ലുന്നു, മജ്ലിസുൻ നൂർ ചൊല്ലുന്നുണ്ട്, ഹദ്ദാദ് റത്തീബ് ചൊല്ലുന്നുണ്ട്, വിർദുകളുണ്ട്, ഖുർആൻ ഓതുന്നുണ്ട്. ഇതൊക്കെ അവസാനം നമുക്ക് കിട്ടേണ്ട ഒരു സാധനം മിനിമം ഫിറാസത്ത് വേണമെന്നാണ്. ഫിറാസത്തിലേക്ക് എത്തണം. മനുഷ്യരുടെ മുഖം നോക്കി ആ മനുഷ്യരെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കഴിവ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഫിറാസത്തുണ്ടായിരുന്ന മഹാനാണ്. ഉമർ തങ്ങൾ അങ്ങനെയാണ്, ഉസ്മാൻ തങ്ങൾ അങ്ങനെയാണ്, അലിയാർ തങ്ങൾ, ഒരുപാട് സംഭവങ്ങളുണ്ട്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, നഹലനി അബൂബക്കറിൻ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, നഹലനി അബൂബക്കറിൻ റളിയല്ലാഹു അൻഹു ജുദാദ 20 സന. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയിഷ ബീവിക്ക് ആലിയ എന്ന് പറയുന്ന മദീനയിലെ ഖുബാ പള്ളിയുടെ പ്രദേശം, നിസാർക്ക് ആലിയ മെഡിക്കൽസിന്റെ പേരിൽ അറിയപ്പെടുന്നു അല്ലേ, മദീനയിലെ ഏറ്റവും നല്ല ഈത്തപ്പഴങ്ങൾ ഉണ്ടാകുന്ന ഒരു ചെറിയ ഒരൽപ്പം കുന്നുള്ള പ്രദേശമാണ് ആലിയ. അവാലിൽ മദീന എന്ന് പറയും. ഉമർ തങ്ങളൊക്കെ അവിടെയായിരുന്നു താമസിച്ചിരുന്നത്. അവിടെയുള്ള ഈത്തപ്പനകളുടെ 20 വർഷത്തേക്കുള്ള വിളവെടുപ്പ്, അതായത് ഈത്തപ്പഴം അവിടുന്ന് സ്വീകരിക്കാൻ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ
സിദ്ദീഖ് തങ്ങൾ മഹദിയെ ഏൽപ്പിച്ചു, ദാനമായി കൊടുത്തു. 20 കൊല്ലം ആയിഷ ബീവി എൻ്റെ ആലിയായിലെ ഈത്തപ്പന തോട്ടത്തിലെ ഈത്തപ്പഴങ്ങൾ നിങ്ങൾ എടുത്തോളൂ എന്ന് പറഞ്ഞു. ഹിബത്ത് കൊടുത്തു എന്ന് പറയും. ഹിബത്ത് അതിനെ സംബന്ധിച്ച് ഫിഖ്ഹിന്റെ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറയും, ഹിബത്ത് പ്രാബല്യത്തിൽ വരണമെങ്കിൽ ഖബൂല് ചെയ്യണമെന്ന് പറയും. അത് സ്വീകരിക്കണം കൊടുത്ത ആള്. അത് സ്വീകരിക്കാത്ത കാലത്തോളം അതതിൻ്റെ മാലിക്കിൻ്റെതാണ്, ഉടമസ്ഥൻ്റെതാണ്. നിങ്ങൾ തരാന്ന് പറഞ്ഞു, വാങ്ങിക്കാൻ ആൾ വന്നില്ല, പിന്നെ അയാളുടേതാണ്. പിന്നെ മരണശേഷം അനന്തര സ്വത്തായിട്ട് കൊടുക്കപ്പെടും. ഏതായിരുന്നാലും ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് വഫാത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ, ലോകത്തോട് വിട പറയാൻ പോകുന്ന നേരം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്ന് പറയുന്നു, മോളെ വിളിച്ചു, യാ ബുനയ്യ, എന്റെ പൊന്നുമോളെ ആയിഷ, ഇന്ന ഹബ്ബന്നാസി ഇലയ്യ ഗിനൻ അൻതി, എന്റെ മനസ്സിൽ ഏറ്റവും കൂടുതൽ ഐശ്വര്യത്തോടെ ജീവിക്കണം എന്ന് ഞാൻ മനസ്സുകൊണ്ട് കൊതിക്കുന്നത് ആയിഷ നിങ്ങളെ കുറിച്ചാണ്. നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടാവണം എന്ന് വാപ്പയാ എനിക്ക് ആഗ്രഹമുണ്ട്. എന്നാൽ ദാരിദ്ര്യം വന്നു പോകുമോ എന്ന് എന്റെ മക്കളിൽ ഞാൻ ഏറെ പേടിക്കുന്നതും ഭയപ്പെടുന്നതും ആയിഷ നിങ്ങളുടെ വിഷയത്തിൽ തന്നെയാണ്. ഇന്നി കുൻതു നഹൽതുകി ജുദാദ 20 വസഖൻ മിൻ മാലി ബിൽ ആലിയ, മദീനയുടെ ആലിയയിലെ ഈത്തപ്പന തോട്ടത്തിലെ വിളവെടുപ്പ് 20 വർഷം ഞാൻ നിങ്ങൾക്ക് നൽകിയിരുന്നുവല്ലോ ആയിഷ. വഇന്നകി ലം തകൂനി ഖബൽതീഹി വലാ ഹവസ്തീഹി, നിങ്ങൾ അത് ഇതുവരെ സ്വീകരിച്ചിട്ടില്ലല്ലോ. അതുകൊണ്ട് ഇതുവരെ നിങ്ങൾ സ്വീകരിക്കാത്തതുകൊണ്ട് മരിക്കാൻ പോകുന്ന എന്റെ സമ്പത്തിൽ, എന്റെ അനന്തരാവകാശികൾക്ക് കിട്ടാൻ പോകുന്ന സ്വത്തിൽ ആയിഷ ഇതും ഉൾപ്പെടാൻ പോവുകയാണ്. ഇത് ഇനി നിങ്ങൾക്കുള്ളതല്ല. ഞാൻ തന്നിരുന്നു, നിങ്ങൾ ഇതുവരെ അത് പോയി എടുത്തിട്ടില്ല, നിങ്ങളത് സ്വീകരിച്ചിട്ടില്ല. അതുകൊണ്ട് ഇനി മുതൽ അത് നിങ്ങളുടേതല്ല ബീവി, അത് നിങ്ങളടക്കമുള്ള എന്റെ അനന്തര സ്വത്തെടുക്കാൻ പോകുന്ന എന്റെ മക്കൾക്കുള്ളതാണ്. ഇത് പറഞ്ഞുകൊണ്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്നമാ ഹുമാ അഖവാക വ ഉഖ്താകി, 4 പേരാണ് എന്നെ അനന്തരം എടുക്കാൻ പോകുന്നത്. ഒന്ന് നിങ്ങളുടെ സഹോദരിമാരായ 2 പേർ, പിന്നെ നിങ്ങളുടെ 2 സഹോദരന്മാർ, അങ്ങനെ 5 പേർക്കുള്ള മുതലാണ് അതെന്ന് പറഞ്ഞു മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അപ്പൊ ആയിഷ ബീവി ചിന്തിക്കാൻ തുടങ്ങി, എവിടുന്നാ എനിക്ക് 2 സഹോദരിമാർ? എനിക്ക് ഒരു സഹോദരിയല്ലേ ഉള്ളൂ, അത് അസ്മാ ബീവി, ഉമ്മു അബ്ദില്ലാഹി അസ്മാ ബീവി റളിയല്ലാഹു അൻഹ, അതെന്റെ സഹോദരിയാണ്. പിന്നെ 2 സഹോദരന്മാരുണ്ട്, അബ്ദുല്ലാഹി ഇബ്നു അബീ ബക്കറും അബ്ദുറഹ്മാൻ ഇബ്നു അബീ ബക്കറും. 2 ആങ്ങളമാർ എനിക്കുണ്ട്, ഒരു ജ്യേഷ്ഠത്തിയുണ്ട്, വേറെ ഒരു അനിയത്തി കൂടെ ഉണ്ട് എന്നാണല്ലോ വാപ്പ ഈ പറയുന്നത്. അതുകൊണ്ട് വാപ്പയോട് ചോദിച്ചു, ഉപ്പാ ആരാണ് ഫമനിൽ ഉഖ്തുൽ ഉഖ്റാ, അസ്മാ ബീവി അല്ലാതെ വേറെ എനിക്ക് പെങ്ങളില്ലല്ലോ. ആരെക്കുറിച്ചാ വാപ്പ പറയണത്? എന്റെ 2 സഹോദരിമാരും ഞാനും എന്റെ 2 ആങ്ങളമാരും, ഇങ്ങനെ 5 പേർക്കുള്ള സ്വത്താണ് മക്കളെ എന്റെ സ്വത്ത് എന്ന് വാപ്പ പറയുമ്പോ, ജീവിച്ചിരിപ്പുള്ള ഒരു പെങ്ങളെ ആയിഷ ബീവിക്കുള്ളൂ, അത് അസ്മാ ബീവിയായിരുന്നു റളിയല്ലാഹു അൻഹ. അപ്പോഴാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നത്, ഇന്നഹു ഉൽഖിയ ഫീ നഫ്സി അന്ന ഫീ ബത്നി ബിൻതി ഖാരിജത ജാരിയതൻ, നിന്റെ ഉമ്മയായ എന്റെ ഭാര്യയായ ബിൻതു ഖാരിജ റളിയല്ലാഹു അൻഹ, ബിൻതു ഖാരിജ റളിയല്ലാഹു അൻഹയുടെ വയറ്റിൽ ഗർഭത്തിൽ ഒരു കുഞ്ഞുണ്ട്. ആ കുഞ്ഞു പെൺകുഞ്ഞാണ് എന്ന് അല്ലാഹു എനിക്ക് അറിവ് നൽകിയിരിക്കുന്നു. ആയിഷ, നിങ്ങൾക്കൊരു പെങ്ങള് ജനിക്കാൻ പോകുന്നുണ്ട്, ആ പെങ്ങളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഒരു ഡയഗ്നോസ് ചെയ്യാൻ സംവിധാനമില്ലാതിരുന്ന കാലത്ത്, ഗർഭത്തിൽ കിടക്കുന്ന കുഞ്ഞ് ആണോ പെണ്ണോ എന്നറിയാൻ നിർവാഹമില്ലാതിരുന്ന കാലത്ത്, ആയിഷ, നിന്റെ 2 സഹോദരിമാരും നിന്റെ 2 ആങ്ങളമാരും അടക്കം 5 പേർക്കുള്ളതാണ് എന്റെ സ്വത്ത് എന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുമ്പോ
ആ കുട്ടി ജനിച്ചിട്ടില്ലായിരുന്നു. സിദ്ദീഖ് തങ്ങളുടെ വഫാത്തിന്, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്തിനോട് അടുക്കുന്ന സമയം ആ കുഞ്ഞ് ജനിക്കുന്നു റളിയല്ലാഹു അൻഹ. അങ്ങനെ 5 പേർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അനന്തരാവകാശികളായിരുന്നു എന്ന് മഹദിയായ ഐഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ. ഐഷ ബീവിക്ക് ഒരു സഹോദരി ജനിക്കാൻ പോകുന്നുവെന്ന് ആര് പറഞ്ഞു? വാപ്പ കാലേ കുട്ടി പറഞ്ഞു, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഇത് ഫിറാസത്താണ്, ഇത് അല്ലാഹു നൽകുന്ന വലിയൊരു കറാമത്താണ്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പുണ്യനബി പറയുമായിരുന്നു, في أمتي ناس محدثون منهم عمر. എൻ്റെ ഉമ്മത്തികളിൽ അല്ലാഹുവിൽ നിന്ന് ജ്ഞാനം സ്വീകരിക്കാൻ കഴിയുന്ന മഹത്തുക്കളുണ്ട്. അവരിൽപ്പെട്ട ആളാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഇന്ന മിൻ ഉമ്മതി ലമുഹദ്ദസീന വമുകല്ലമീൻ വമിൻഹും ഉമർ എന്നും പറയുന്ന റിവായത്തുണ്ട്. എൻ്റെ ഉമ്മത്തികളിൽ ആത്മികമായ ജ്ഞാനം ഒരു സ്കൂളിലോ ഒരു കോളേജിലോ ഒരു ദർസിലോ പോയി പഠിക്കാതെ തന്നെ അല്ലാഹു നേരിട്ട് നൽകുന്ന ലദുന്നിയായ ഇൽമു കൊണ്ട് സംസാരിക്കാൻ കഴിയുന്ന ആളുകൾ എൻ്റെ ഉമ്മത്തിലുണ്ട്. അതിൽപ്പെട്ട ആളാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ എത്രയോ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ, ഉമർ തങ്ങളുടെ അഭിപ്രായത്തിനനുസരിച്ച് ആയത്തിറങ്ങിയിട്ടുണ്ടല്ലോ. ഉമർ തങ്ങളല്ലേ തങ്ങളോട് വന്ന് പറയാറുണ്ടായിരുന്നത്, യാ റസൂലല്ലാഹ്, നബിയേ അല്ലാഹുവിനോട് പറയണേ മദ്യം നിരോധിക്കാൻ. മദ്യം നിരോധിക്കപ്പെട്ടിട്ടില്ലാത്ത സമയം മദ്യം നിരോധിക്കാൻ പറയണേ നബിയേ. പെണ്ണുങ്ങളുടെ ഹിജാബിന്റെ വിഷയം ഉമർ തങ്ങൾ പറയുമായിരുന്നു, ഹിജാബിന്റെ ആയത്തിറക്കാൻ പറയണം, ഹിജാബ് വേണം, മദ്യനിരോധനം വേണം. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ആ ഒരു അഭിപ്രായത്തിനനുസരിച്ച് എത്രയെത്ര ആയത്തുകൾ ഇറങ്ങിയിട്ടുണ്ട്. ഇന്നമൽ ഖംറു, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലിശ് ശൈത്വാൻ ഫജ്തനിബൂഹു ലഅല്ലകും തുഫ്ലിഹൂൻ. إنما يريد الشيطان أن يوقع بينكم العداوة والبغضاء في الخمر والميسر ويصدكم عن ذكر الله وعن الصلاة فهل أنتم منتهون. മദ്യനിരോധനത്തിന്റെ ആയത്താണത്. മഹാനായ സിദ്ദീഖ്, മഹാനായ അബൂബക്കർ, മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഫിറാസത്തുണ്ടായിരുന്ന മഹാനാണ്. മുദ്ഹജ് ഗോത്രക്കാർ ഉമർ തങ്ങളുടെ മുമ്പിലേക്ക് വന്നപ്പോൾ അവരിൽ അൽ അഷ്തർ എന്നറിയപ്പെടുന്ന ഒരാളുണ്ട്, മാലിക് ഇബ്നുൽ ഹാരിസ് അൽ അഷ്തർ എന്നറിയപ്പെടുന്ന ആള്. അഹ്ലുസുന്നയുടെ കാഴ്ചപ്പാടിൽ അയാൾ കുഴപ്പക്കാരനാണ്. ഷിയാക്കൾ അദ്ദേഹത്തെ വലിയ പദവി കൊടുത്താതിരിക്കാറൊക്കെ ഉണ്ട്, പക്ഷെ അദ്ദേഹം കുഴപ്പക്കാരനാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ വധിക്കാനുള്ള പ്ലാൻ ചെയ്തതിൽ പ്രധാനിയാണ് ഈ അഷ്തർ എന്ന് പറയുന്ന മാലിക് ഇബ്നുൽ ഹാരിസ് എന്ന് പറയുന്ന ഈ മനുഷ്യൻ. ഉസ്മാൻ തങ്ങൾ വധിക്കപ്പെടുന്നതിന്റെയും 10 കൊല്ലം മുമ്പ്, ഉസ്മാൻ തങ്ങൾ വധിക്കപ്പെടുന്നതിന്റെ 10 വർഷം മുമ്പ് ഈ അൽ അഷ്തർ എന്ന് പറയുന്ന മനുഷ്യൻ മുദ്ഹജ് ഗോത്രക്കാരുടെ കൂടെ ഉമർ റളിയല്ലാഹു അൻഹുവിനെ കാണാൻ വന്നപ്പോ ആ മനുഷ്യനെങ്ങനെ ശരിക്കിങ്ങനെ നോക്കി, അഷ്തറിനെങ്ങനെ നോക്കി. അയ്യുഹും ഹാദാ, ആളുകളോട് ചോദിച്ചു ഇവന്റെ പേരെന്താണ്? അവർ പറഞ്ഞു മാലിക് ഇബ്നുൽ ഹാരിസ്. ഉമർ തങ്ങൾ പറഞ്ഞു മാലഹു ഖാതലഹുല്ലാഹ്, മാലഹു ഖാതലഹുല്ലാഹ്, വളരെ ഈ ഉമ്മത്തിന് നാശമുണ്ടാക്കാൻ പോകുന്ന ആളാണല്ലോ, അല്ലാഹു അവനോട് യുദ്ധം പ്രഖ്യാപിക്കട്ടെ എന്ന് ആ മനുഷ്യന്റെ മുഖത്ത് നോക്കി പറഞ്ഞു ഉമർ എന്നവര്. ഇന്നി ലഅറാ ലിൽ മുസ്ലിമീന മിൻഹു യൗമൻ അസീബാ, മുസ്ലിമീങ്ങൾ തലതാഴ്ത്തി നാണിച്ചു പോകാൻ കാരണമാകുന്ന ഒരു സംഭവം ഇവന്റെ കയ്യിലൂടെ സംഭവിക്കുമെന്ന് ഞാൻ കാണുന്നുവെന്ന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഈ അഷ്തറിന്റെ മുഖത്ത് നോക്കി 10 കൊല്ലം മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഉസ്മാൻ തങ്ങളുടെ ഘാതകരെ വിസ്തരിച്ചപ്പോ
മഹാനായ ഉസ്മാൻ തങ്ങളെ ഉസ്മാൻ തങ്ങൾ വധിക്കപ്പെടുന്നത് അറബ് ചരിത്രത്തിലില്ലാത്ത ക്രൂരമായ കൊലപാതകമായിരുന്നു. വീട്ടിലേക്ക് ഇരച്ചു കയറിയിട്ട് കൊല്ല, അങ്ങനെയൊന്നും അറബ് ലോകത്തുണ്ടായിരുന്നു. അവർ യുദ്ധം ചെയ്യുന്നവരാ, കൊലയാളികളായിരുന്നു ജാഹിലിയ്യത്തിൽ. പക്ഷെ ഇങ്ങനെ ഉസ്മാൻ തങ്ങളെ വധിച്ച പോലെ ചെയ്തിട്ടില്ലായിരുന്നു മുമ്പൊരിക്കലും. അങ്ങനത്തെ ഒരു ക്രൂരമായ കൊലപാതകം ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ആ സംഭവത്തിൽ സംഭവിക്കാൻ നിമിത്തമായതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ആള് മാലിക് ഇബ്നുൽ ഹാരിസുൽ അഷ്തർ എന്ന് പറയുന്ന ഈ മനുഷ്യനായിരുന്നു. അയാളുടെ മുഖത്ത് നോക്കി ഉമർ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, മാലഹു ഖാതലഹുല്ലാഹ്, മുദ്ഹിജ് ഗോത്രക്കാരെ, നിങ്ങളുടെ കൂടെ എന്തിനാണ് ഇവനെ കൊണ്ട് നടക്കുന്നത്? ഇവൻ പ്രശ്നക്കാരനാണ്, ഇവനിലൂടെ ഉമ്മത്തിന് പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇത് ഫിറാസത്താൻ. ഇന്ന ഫീ ദാലിക ലആയതൻ ലിൽ മുതവസ്സിമീൻ. മദീനയിലേക്ക് യമനിൽ നിന്നൊരു നിവേദക സംഘം കടന്നു വന്നു. യമനികളുടെ കൂട്ടത്തിൽ ഒരാളെ ജനങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു, ഉമറേ, അമീറുൽ മുഅ്മിനീനെ, അതഅരിഫു ഹാദാ, ഈ മനുഷ്യനെ നിങ്ങൾക്കറിയുമോ? അൽ ഈമാനു യമാനിൻ വൽ ഫിഖ്ഹു യമാനിൻ വൽ ഹിക്മതു യമാനിയ. ഹബീബിന്റെ ഹദീസാണ്. ഈമാൻ യമനികളുടേതാണ്, ഫിഖ്ഹ് യമനികളുടേതാണ്, തത്വജ്ഞാനം യമനികളുടേതാണ്. അബൂ മുസൽ അശ്അരി റളിയല്ലാഹു അൻഹു യമനിയാണ്, വൈസുൽ ഖർനി തങ്ങൾ യമനിയാണ്. കേരളത്തിലേക്ക് കടന്നു വന്ന പണ്ഡിത തലമുറകളിൽ ശംസുൽ ഉലമാ തങ്ങളുടെയും പാണക്കാട് കുടുംബത്തിന്റെയും അടിവേരുകൾ യമനിൽ നിന്ന് വരുന്നവരാണ്. അൽ ഈമാനു യമാനിൻ വൽ ഫിഖ്ഹു യമാനിൻ വൽ ഹിക്മതു യമാനിയ. യമനിൽ നിന്ന് വന്ന പുതിയ ഒരു നിവേദക സംഘം, ആ സംഘത്തിലെ ഒരാളെ കാണിച്ചു കൊടുത്തു. അയാളെ ആദ്യമായാണ് ഉമർ തങ്ങൾ കാണുന്നത്. ഉമർ തങ്ങളോട് ചോദിച്ചു, ഉമറേ, അമീറുൽ മുഅ്മിനീനെ, ഹൽ തഅരിഫു ഹാദാ, ഇയാളെ നിങ്ങൾക്കറിയുമോ എന്ന് ചോദിച്ചപ്പോ ഉമർ തങ്ങളുടെ മറുപടി, ലഅല്ലഹു സവാദ് ഇബ്നു ഖാരിബ്, അത് സവാദ് ഇബ്നു ഖാരിബ് ആയിരിക്കുമല്ലോ. നോക്കുമ്പോ അത് സവാദ് തങ്ങളായിരുന്നു റളിയല്ലാഹു അൻഹു. സവാദ് ഇബ്നു ഖാരിബ്. രണ്ട് സവാദുമാരുണ്ട്. ബദരിയായ സ്വഹാബിയുണ്ട് സവാദ് ഇബ്നു ഗസിയ. നബി തങ്ങളോട് പ്രതികാരം ചോദിക്കണമെന്ന് പറഞ്ഞ് നബി തങ്ങളുടെ വയറ്റത്ത് ഉമ്മ വെച്ചുകൊണ്ട് യുദ്ധത്തിലേക്ക് ഇറങ്ങിപ്പോയ സവാദ് റളിയല്ലാഹു അൻഹു. ഇത് സവാദ് ഇബ്നു ഗസിയ, ഇത് സവാദ് ഇബ്നു ഖാരിബ്. തങ്ങളോട് നേരിട്ട് വന്നുകൊണ്ട്, യാ റസൂലല്ലാഹ്, ഫകുല്ലി ശഫീഅൻ യൗമ ലാ ദൂ ശഫാഅത്തിൻ, فكن لي شفيعا يوم لا ذو شفاعتي بمغن فتيلا عن سواد بن قاربي. നബിയെ, സവാദ് ഇബ്നു ഖാരിബ് എന്ന എനിക്ക് നാളെ പരലോകത്ത് ഷഫാഅത്ത് ചെയ്യാൻ ഒരാളുമില്ലാതിരിക്കുമ്പോൾ ഹബീബേ, അങ്ങനെക്ക് ഷഫാഅത്ത് നൽകണമെന്ന് ഹബീബിനോട് നേരിട്ട് പറഞ്ഞ സ്വഹാബിയാണ് ഈ സവാദ് ഇബ്നു ഖാരിബ് എന്നവര്. പക്ഷേ ഉമർ തങ്ങൾ സവാദ് തങ്ങളെ ജീവിതത്തിൽ അതിനു മുമ്പ് കണ്ടിട്ട് പോലുമില്ല. സവാദ് തങ്ങൾ ഒരു ജ്യോത്സ്യപ്പണി ചെയ്തിരുന്ന ആളായിരുന്നു. ഇസ്ലാമിലേക്ക് വരുന്നതിന്റെ മുമ്പ് ജിന്നുകളുടെ ഒരു കവിത അദ്ദേഹം ഉദ്ധരിച്ചിട്ടുണ്ട്. ഖുതാഫുൽ ജിൻ. മക്കയിൽ ഒരു അന്ത്യപ്രവാചകൻ വന്നിട്ടുണ്ട്, ആ പ്രവാചകനെ പോയി വിശ്വസിച്ചോളൂ മക്കളെ എന്ന് യമനിലെ ഒരു ഒഴിഞ്ഞ പ്രദേശത്ത് ഒരു കൂട്ടം ജിന്നുകൾ പാടിയ കവിത സവാദ് എന്നവരുടെ ചരിത്രത്തിൽ കാണാൻ കഴിയും. അത് കണ്ടുകൊണ്ടാണ് അദ്ദേഹം മദീനയിലേക്ക് വരുന്നത്, ഹബീബിനെ ഈമാൻ സ്വീകരിക്കാൻ വേണ്ടി, ഹബീബിനെ വിശ്വസിക്കാൻ വേണ്ടി. പക്ഷെ ഉമർ തങ്ങൾ നോക്കിയിട്ട് പറഞ്ഞു, ഇത് സവാദ് ഇബ്നു ഖാരിബ് അല്ലേ എന്ന് ചോദിച്ചു. അങ്ങനെയായി. ചില ഉദാഹരണങ്ങളിലൂടെ ഞാൻ കടന്നു പോവുകയാണ്. അത് കഴിഞ്ഞ് ഇൻഷാ അല്ലാഹ് ഇത് നേടാൻ സാധ്യമാകുന്ന വഴികൾ എന്താണെന്ന് സമയപരിധിയിൽ നിന്നുകൊണ്ട് നമുക്ക് വിവരിക്കുകയും ചെയ്യാം. ഉമർ റളിയല്ലാഹു അൻഹു കഅബാലയം തവാഫ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയം. നമുക്കൊന്ന് ഒരു സ്വലാത്ത് ചൊല്ലിയിരുന്നാലോ? നമ്മൾ കുറേ സമയം ഇരിക്കുന്നുണ്ട്. ഒന്ന് എണീറ്റുന്നൊരു 3 സ്വലാത്ത് നമുക്ക് ഒരുമിച്ച് ചൊല്ലിയിട്ടെ ഒന്നിരിക്കാം. സല്ലു അലൻ നബി മുഹമ്മദിൻ വആലിഹി അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. ഉറക്കെ ചൊല്ലിക്കോളൂ. അല്ലാഹുമ്മ സല്ലി അലാ
سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. കൈയൊന്ന് പൊക്കി നോക്കി, ഒന്ന് പൊക്കിയിട്ട് ഒന്ന് 2-3 പ്രാവശ്യം ഒന്ന് കുടഞ്ഞാലേ ചെറിയൊരു ബ്ലഡ് സർക്കുലേഷൻ കിട്ടും, ഒരു ഉന്മേഷം ഉണ്ടാവും. ഇരിക്കും. ജസാക്കുമുല്ലാഹ് ഖൈർ. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കഅബം തവാഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു പെണ്ണ് കഅബാലയത്തിന്റെ അരികത്ത് വന്ന് ഇങ്ങനെ ഒരു പാട്ട് പാടുന്നു. തവാഫ് ചെയ്യുമ്പോൾ മനുഷ്യന്റെ ആഗ്രഹങ്ങൾ പറയൂലേ. ഇടയ്ക്കൊരു വീഡിയോ വൈറലായിരുന്നു. ഒരു ആഫ്രിക്കക്കാരനായ ചെറുപ്പക്കാരൻ കഅബന്റെ മുമ്പിൽ വന്നിട്ട് ഫുലൂസ് 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 പഠിച്ചവനെ ഫുലൂസ് തരണേ ഫുലൂസ് തരണേ കണ്ടിട്ടുണ്ടായിരുന്നോ? മുഫ്തി ബാങ്കിന്റെ ഒരു സംസാരം വന്നു എന്ന് പറഞ്ഞു. ആ മനുഷ്യ ഇപ്പൊ ഭയങ്കര ബിസിനസ്സുകാരനാണല്ലോ. ഫുലൂസ് ചോദിച്ചാൽ അള്ളാഹ് കൊടുത്തു. അദ്ദേഹം വലിയ പൈസക്കാരനായല്ലോ. അള്ളാഹിനോട് ചോദിച്ചു ഫുലൂസ് ഫുലൂസ്. അപ്പോൾ അവിടെ നിന്ന് ആളുകൾ പറഞ്ഞു കൊടുക്കുന്നത് എന്നെ ചങ്ങായി ഫുലൂസ് എന്നല്ല വേറെ എന്തെങ്കിലും ഇവിടെ പറഞ്ഞൂടെ, അള്ളാഹിനോട് സ്വർഗം ചോദിച്ചൂടെ. ഇപ്പം പറഞ്ഞു ഫുലൂസ് ഫുലൂസ്, എനിക്ക് ഫുലൂസ് മതി. സുബ്ഹാനല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്. ബറക്കല്ലാഹ്. നമ്മുടെ സംഘാടകർ വരുമ്പോൾ എല്ലാവരും സഹായിക്കണേ. അപ്പോ ഓരോരുത്തരും അവനവന് ആവശ്യമുള്ളത് ചോദിക്കും. ഓരോരുത്തരും അവരവരുടെ ഖലാഉകൾ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് വെച്ചു കൊടുക്കുന്ന, ഹാജാത്തുകൾ വെച്ചു കൊടുക്കുന്ന സ്ഥലമാണിത്. ഒരു പെണ്ണിങ്ങനെ പാട്ട് പാടുന്നു. ഉമർ തങ്ങൾ ഇത് കേൾക്കുകയാണ്. പെണ്ണിങ്ങനെ പാടി ഇങ്ങനെ പോവാണ്. അന്നത്തെ ആളുകളൊക്കെ നിമിഷ കവികളാണ്, നിമിഷ കവയത്രികളുമാണ്. പാട്ടിങ്ങനെയാണ്. فمنهن من تسقى بعذب مبرد فمنهن من تسقى بعذب مبرد نقاخ فتلكم عند ذلك قرتي ومنهن من تسقى بأخضر آجن أجاج ولولا خشية الله رنتي. എന്താണ് സംഭവം? പിടുത്തം കിട്ടിയോ? ഒന്നുകൂടെ. فمنهن من تسقى بعذب مبرد نفاخ فتلكم عند ذلك قرتي ومنهن من تسقى بأخضر آجن أجاج ولولا خشية الله رنتي. ഉമർ തങ്ങൾ അറബി അറിയുന്ന മഹാനാണ്. സൂറത്തു ത്വാഹ. ത്വാഹ മാ അൻസൽനാ അലൈക്കൽ ഖുർആന ലിതശ്ഖാ. സൂറത്ത് ത്വാഹയിലെ ഈ ആയത്തുകൾ കേട്ടുകൊണ്ട് ഇസ്ലാം സ്വീകരിച്ച മഹാനാണ് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ. അപ്പോൾ ഉമർ തങ്ങളുടെ ആ ഒരു റിട്ടോറിക് സ്കിൽ എത്രയായിരിക്കും, ഭാഷാ കഴിവ് എത്രയായിരിക്കും ആലോചിച്ചാൽ മതി. ഉമർ തങ്ങൾ ഇതിന്റെ അർത്ഥം മനസ്സിലാക്കുകയാണ്. ഈ പെണ്ണ് പറയുന്നത്, പെണ്ണുങ്ങളിൽ ചില പെണ്ണുങ്ങൾക്ക് ശുദ്ധമായ രുചിയുള്ള വെള്ളം കുടിക്കാൻ കിട്ടുന്നവരുണ്ട്. അതെന്തോ ഒരു ആനന്ദകരമാണ്. എന്നാൽ വേറെ പെണ്ണുങ്ങൾക്ക് കുടിക്കാൻ കിട്ടുന്നത് രുചിയില്ലാത്ത, ഉപ്പുരുചിയുള്ള, പച്ച നിറം ബാധിച്ചിട്ടുള്ള വെള്ളമാണ്. ഒന്ന് കരയാൻ പോലും കഴിയാതെ സഹിച്ചു കഴിയുന്നവരെത്രയാണ്. അമൃതങ്ങൾ എന്ത് ചെയ്തു എന്നറിയോ? നിങ്ങൾക്ക് എന്തേ മനസ്സിലായോ എന്താണ് ഈ പറയണത്? പെണ്ണുങ്ങളിൽ ശുദ്ധമായ വെള്ളം കുടിക്കാൻ കിട്ടുന്ന എത്ര പെണ്ണുങ്ങളുണ്ട്, അവരുടെ ഒരു ഭാഗ്യമേ. എന്നാൽ പെണ്ണുങ്ങളിൽ ചിലർക്ക് ഉപ്പുരുചിയുള്ള, പച്ചനിറമുള്ള, നാവുകൊണ്ട് രുചിക്കാൻ പറ്റാത്ത വെള്ളമാണ് അവർക്ക് കുടിക്കാൻ കിട്ടുന്നത്. ഒന്ന് നിലവിളിക്കാൻ പോലും അവർക്ക് നിവർത്തിയില്ലല്ലോ. അമൃതങ്ങൾ ഫിറാസത്തുള്ള മഹാനാണ്. അമൃതങ്ങൾ പറഞ്ഞയച്ചു, ഈ പെണ്ണിന്റെ ഭർത്താവിനെ പിടിച്ചു കൊണ്ടുവരുന്നു. അങ്ങനെ പെണ്ണിന്റെ ഭർത്താവിനെ പിടിച്ചു കൊണ്ടുവന്നു. ഇസ്തൻകിഹു, ആ മനുഷ്യന്റെ വായ ഒന്ന് വാസനിച്ചു നോക്കി എന്ന് പറഞ്ഞു. കള്ളുടിച്ചു കൂടെ നോക്കാനല്ല ഇത്. വായക്ക് ദുർഗന്ധമുള്ള ആളുകളുണ്ടാവും. അതിന് ബഹ്ർ എന്നാണ് അറബിയിൽ പറയാം. ബുഹൂർ എന്ന് പറഞ്ഞാൽ ശരിക്കും നല്ല സുഗന്ധം പൊതിപ്പിക്കുന്ന, അല്ലെ, പുകയിപ്പിക്കുന്ന സാധന ബഹൂർ. ബഹ്ർ എന്ന അറബിയിൽ പറഞ്ഞാൽ വായക്ക് ദുർഗന്ധം. ചില ആളുകൾ
ബ്രഷ് ചെയ്യാത്തത് കൊണ്ടല്ല, ജന്മന ചില പാരമ്പര്യ പ്രകാരം വായക്ക് വലിയ ദുർഗന്ധമുള്ള ആൾ, അത് അതിന് മരുന്നുണ്ടാവില്ല. എന്തെങ്കിലും ചുരുങ്ങാൻ കഴിച്ചാൽ അപ്പം നിൽക്കുന്നല്ലാണ്ട് കുറച്ച് കഴിഞ്ഞാൽ വായിൽ നിന്ന് ദുർഗന്ധം വരും. നിങ്ങൾക്കറിയോ, പെണ്ണുങ്ങൾക്ക് തന്റെ ഭർത്താവിന്റെ വായയിലെ ഈ ദുർഗന്ധം ബ്രഷ് ചെയ്യാത്തുള്ള ദുർഗന്ധമല്ലേ, ജന്മനാ ഉള്ള ഉമിനീരിലും വായയിലും ശ്വാസോച്ഛ്വാസത്തിലും സഹിക്കാൻ പറ്റാത്ത ദുർഗന്ധമുള്ള ആ ഒരു സ്വഭാവമുള്ള ഭർത്താവിന്റെ കൂടെ ജീവിക്കാൻ ഒരു പെണ്ണിന് കഴിയില്ലെങ്കിൽ ആ പെണ്ണിന് ത്വലാഖ് ആവശ്യപ്പെടാം എന്നാണ് ഫിഖഹിന്റെ പക്ഷം. ഒരു പെണ്ണ് പറയും, ഈ ഭർത്താവിന് എനിക്ക് ജീവിക്കാൻ ഉറങ്ങാൻ പറ്റില്ല, അടുത്ത് കിടക്കണ്ടേ, ഇയാളുടെ വായുടെ നാറ്റം കൊണ്ട് എനിക്ക് ഉറക്കം കിട്ടുന്നില്ല എന്ന് പറയുകയാണെങ്കിൽ അവൾക്ക് ത്വലാഖ് ചോദിക്കാൻ അവകാശമുണ്ടെന്ന് ഉമർ തങ്ങൾ ആവശ്യപ്പെട്ടു. ഇയാള് നോക്കുമ്പോ ഇയാൾക്ക് ബഹ്റുണ്ട്, വായനാറ്റമുണ്ട്. അപ്പൊ ഈ പെണ്ണ് പറഞ്ഞതിന്റെ ഉദ്ദേശം ഇതായിരുന്നു, എത്രയോ പെണ്ണുങ്ങൾക്ക് അവരുടെ ഭർത്താക്കന്മാർ വായനാറ്റമില്ലാത്ത എത്രയോ ഭർത്താക്കന്മാരോടുകൂടെ ജീവിക്കുന്ന പെണ്ണുങ്ങളുടെ സൗഭാഗ്യമേ, എന്റെ ഒരു കഷ്ടമേ, എനിക്ക് ഈ ദുർഗന്ധമേ എനിക്ക് കിട്ടുന്നുള്ളൂ എന്നാണ് ഈ പെണ്ണ് പറഞ്ഞതെന്ന് ആര് മനസ്സിലാക്കി? അന്നത്തെ ഖാദിയായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഉമർ തങ്ങൾ ഈ പെണ്ണിനോടൊരു മസ്അല പറഞ്ഞു കൊടുത്തു. പെണ്ണേ, നിന്റെ ഭർത്താവിൽ നിന്ന് നിനക്ക് വേർപിരിയണമെന്നല്ലേ ഈ പറഞ്ഞത്? അത് ഞാൻ വഴിയുണ്ടാക്കി തരട്ടെ എന്ന് ചോദിച്ചു. എനിക്കതാണ് വേണ്ടത്. ഇതും തുറന്നു പറയാൻ അന്ന് നാണമായിരുന്നു. അതുകൊണ്ടാണ് ഈ കവിതൊക്കെ പറയുന്നത്. ഈ പറഞ്ഞത് എന്താണെന്ന് മഹാനായ ഉമർ തങ്ങളുടെ ഫഹ്മ് കൊണ്ട് മഹാനവറുകൾ മനസ്സിലാക്കി. തുറന്ന പെണ്ണ് എന്റെ ഭർത്താവിനെ വേണ്ടെന്നൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ഉമർ തങ്ങൾ അത് മനസ്സിലാക്കി. ഈ ഭർത്താവിന് 500 ദിർഹം കൊടുക്കുകയും ഒരു അടിമപ്പെണ്ണിനെ കൊടുക്കുകയും ചെയ്തിട്ട് ഭർത്താവിനെ കൊണ്ട് ത്വലാഖ് ചൊല്ലിപ്പിച്ചു. ഈ പെണ്ണിന് വേറെ കല്യാണം കഴിക്കാൻ അനുവാദം കൊടുത്തു ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. അതിന് കാരണമായത് ഈ 2 കവിതയാണ്. ومنهن من تسقى بعذب مبرد نقاخ فتلكم عند ذلك قرتي ومنهن من تسقى بأخضر آجن أجاج ولولا خشية الله رنتي أجاج ولولا خشية الله رنتي. ഇത് മനസ്സിലാക്കാനുള്ള ഫിറാസത്തും ബുദ്ധികൂർമ്മതയും ഇൽമിന്റെ വെളിച്ചത്തിലൂടെ, ഈമാനിന്റെ വെളിച്ചത്തിലൂടെ കൈവരിച്ചു ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഉമർ തങ്ങൾ ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് ഈ ബുദ്ധികൂർമ്മതയൊന്നും ഉമർ തങ്ങൾക്കുണ്ടായിരുന്നില്ല. ഇത് അള്ളാഹു നൽകുന്നൊരു നൂറാൻ, ഒരു പ്രകാശമാണ്. ഖലീഫമാരിൽ 3-മനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ പരിശുദ്ധമായ പള്ളിയിലേക്ക് ഉസ്മാൻ തങ്ങൾ ഖുതുബ ഓതുന്നത് മദീന പള്ളിയിലാണ്. മദീന പള്ളിയിലേക്ക് ഒരു ചെറുപ്പക്കാരൻ കയറി അവസാനത്തെ സഫിൽ കയറി വന്നിരിക്കുമ്പോ ഉസ്മാൻ തങ്ങൾ ചോദിച്ചു ഒരു ചോദ്യം, അയദ്ഖുലു അലൈനാ അഹദുകും വഫീ ഐനിഹി അഥറു സിനാ. അങ്ങാടിയിലൂടെ വരുമ്പോ തന്റെ മുമ്പിലൂടെ നടക്കുന്ന ഒരു പെണ്ണിന്റെ പാദസരം കാണുമാർ കാറ്റടിച്ചപ്പോ ആ പെണ്ണിന്റെ കാലിലേക്ക് നോക്കുകയും കണ്ണുകൊണ്ട് നോക്കിപ്പോവുകയും തെറ്റ് ചെയ്യുകയും ചെയ്ത് തൗബ ചെയ്യാൻ മറന്നുപോയി. അങ്ങനെ പള്ളിയിലേക്ക് ജുമുഅക്ക് കയറി വരുമ്പോ മദീന പള്ളിയുടെ ഖുതുബ നിർവഹിക്കുന്ന ഉസ്മാൻ തങ്ങൾ ബാക്കിൽ കയറി വന്ന് അങ്ങാടിയിലൂടെ അപ്പൊ കയറി വന്നിരിക്കുന്ന മനുഷ്യനെ നോക്കിയിട്ട് ഉസ്മാൻ തങ്ങൾ പേര് പറയാതെ പറഞ്ഞു, നമ്മുടെ സദസ്സിലേക്ക് ചില ആളുകൾ കയറി വന്നിരിക്കുമ്പോ അവരുടെ കണ്ണിൽ വ്യഭിചാരത്തിന്റെ അടയാളം ഞാൻ കാണുന്നുണ്ടല്ലോ. അയദ്ഖുലു അലൈനാ അഹദുകും വഫീ ഐനിഹി അഥറു സിനാ വസിനൽ ഐനൈനി നദർ. കണ്ണുകൊണ്ട് ചെയ്യുന്ന വ്യഭിചാരം കണ്ണിന്റെ നോട്ടമാണെന്ന് മഹാനായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ മനുഷ്യൻ അങ്ങ് ഞെട്ടിപ്പോയി. അയാൾ പറഞ്ഞു, അവഹ്യുൻ ബഅദ റസൂലില്ലാഹ്. ഹബീബായ തങ്ങൾ വഫാത്തായി പോയതിന്റെ ശേഷം ആകാശ ലോകത്ത് നിന്ന് ജിബ്രീൽ അലൈഹിസ്സലാം ഇപ്പോഴും വഹയുമായി വരുന്നുണ്ടോ? അങ്ങാടിയിൽ നടന്ന സംഭവം എങ്ങനെയാണ് മദീനയുടെ മിമ്പറിൽ കിടക്കുന്ന മദീന പള്ളിയിൽ കിടക്കുന്ന ഉസ്മാൻ തങ്ങൾ അറിയുന്നത് എന്ന് ചോദിച്ചപ്പോ, ഇത് വഹയല്ല മോനെ, വലാകിൻ ബുർഹാനുൻ വഫിറാസ എന്ന് മഹാനായ ഉസ്മാൻ തങ്ങൾ മറുപടി കൊടുത്തു. ഇത് അല്ലാഹു നൽകുന്ന വെളിച്ചം കൊണ്ട് നോക്കുകയാണ്, ഇത് വഹയൊന്നുമല്ല. ഇതിന് വഹയെന്ന് വിളിക്കരുത്, ഇത് ആത്മീക ജ്ഞാനം കൊണ്ടുണ്ടാകുന്ന അറിവാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, ഇത് ഹിക്മത്താണ്.
അള്ളാഹുവിനോട് ഹിക്മത്തിനെ ചോദിക്കണം എന്നാണ്. വമൻ യുഅ്തൽ ഹിക്മത ഫഖദ് ഊതിയ ഖൈറൻ കസീറാ. ആത്മീക ജ്ഞാനം ആർക്ക് നൽകപ്പെടുന്നുവോ അവർക്ക് ഏറ്റവും ഖൈറാണ് നൽകപ്പെടുന്നത്. അതുകൊണ്ട് ഇൽമ് എന്ന് പറയുന്നത് കിതാബ് നോക്കി അർത്ഥം വെച്ച് നഹ്വും സർഫും ളമീറും അടക്കൽ മാത്രമല്ല. അത് കിതാബിന്റെ അസ്ല, അതില്ലെങ്കിൽ അത് തിരിയില്ല. പക്ഷെ അവിടം അവസാനിക്കരുത്. കിതാബ് എന്ന് പറയുന്നത് ഗ്രന്ഥം, അറിവ്, ഇൽമ് എന്ന് പറയുന്നത് കിതാബ് നോക്കി ഇന്ന ബാബിൽ മഹാനായ ഇമാം അവറുകൾ, ഇമാം നബവി തങ്ങൾ ഇന്ന ബാബിൽ ഇന്നത് പറഞ്ഞിട്ടുണ്ടല്ലോ, അത് നോക്കി ഉദ്ധരിക്കാൻ കഴിയുന്ന ഒരു ഉദ്ധരണി ചെയ്യാൻ കഴിയുന്ന ഒരു കഴിവ് മാത്രമല്ല ഇൽമ് എന്ന് പറയുന്നത്. അതിൽ നിന്ന് കിട്ടുന്ന ഒരു ആത്മീക വെളിച്ചമുണ്ട്. ആ വെളിച്ചത്തിൽ ജ്ഞാനം അന്തർലീനമായി കിടക്കുന്ന, മറഞ്ഞു കിടക്കുന്ന വിഷയങ്ങളെ നോക്കിക്കാണാൻ കഴിയുന്ന ഒരു സിദ്ധി അള്ളാഹു നൽകുന്നു. അതിന് പറയുന്ന പേരാണ് ഫിറാസ. അള്ളാഹു നമുക്ക്, അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അള്ളാഹു നമുക്ക് ഫിറാസത്തിന്റെ കഴിവ് അള്ളാഹു നമുക്ക് നൽകട്ടെ. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അവൻ ഇഷ്ടപ്പെടുന്ന സജ്ജനങ്ങളിൽ അള്ളാഹു നമ്മെ ചേർത്തി തരട്ടെ. ഇമാമുന ശാഫിഈ തങ്ങൾ ഫിറാസത്ത് പഠിക്കാൻ വേണ്ടി മാത്രം, ഫിറാസത്തിന്റെ ഗ്രന്ഥങ്ങൾ പഠിക്കാൻ വേണ്ടി മാത്രം യമനിലേക്ക് യാത്ര പോയിട്ടുണ്ടെന്ന് ഇമാം ശാഫിഈ തങ്ങളുടെ തർജ്ജമെടുത്താൽ മനസ്സിലാവും. യമനിലേക്ക് മഹാനവറുകൾ പോയത് മുഖലക്ഷണം നോക്കി ആളുകളെ മനസ്സിലാക്കുന്ന ഇൽമിനെ കുറിച്ച് പഠിക്കാനാണ്. അങ്ങനെ ഒരു യാത്ര നടത്തിയിരുന്നു ഇമാം ശാഫിഈ തങ്ങൾ. ഇമാം ശാഫിഈ തങ്ങൾ ആ വിഷയം ഉദ്ധരിക്കുന്നുണ്ട്. അങ്ങനെ യമനിൽ ഞാനൊരു ഊടുവഴിയിലൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ, എനിക്കന്ന് താമസിക്കാൻ വീടില്ല. അന്ന് ഹോട്ടലുകളൊന്നും ഇല്ലാത്ത കാലല്ലേ. അപ്പോ ആരുടെയെങ്കിലും വീട്ടിൽ താമസിക്കാൻ കഴിയുമോ, വീട് സൗകര്യമുള്ള ആളുകൾ ഒരൽപ്പം കിടന്നുറങ്ങാൻ ഇടം കൊടുക്കുമോ എന്ന് വിചാരിച്ച് ഇമാം ശാഫിഈ തങ്ങൾ ആ വഴിയിലൂടെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോ, മറർതു ഫീ ത്വരീഖിൻ ബിഫിനാഇ ദാരി റജുലിൻ അസ്റഖിൽ ഐനൈൻ. നീല കണ്ണുകളുള്ള ഒരു മനുഷ്യന്റെ വീടിന്റെ മുമ്പിലൂടെ ഞാൻ നടന്നുപോയി. ബ്ലൂ ഐസ് എന്നൊക്കെ വലിയ പണ്ടൊക്കെ ഈ പൂച്ചക്കണ്ണ് എന്ന് പറഞ്ഞ അന്നത്തെ പെൺകുട്ടികളും ആൺകുട്ടികളും കണ്ണുപൊത്തി നാണക്കേട് കൊണ്ട് ജീവിച്ചൊരു കാലം ഉണ്ടായിരുന്നു. ഇന്ന് പൂച്ചക്കണ്ണ് ആവാൻ വേണ്ടി പാടുപെടുകയാണ്. അതിന്റെ ലെൻസുകൾ വെച്ച് നടക്കുക പെൺകുട്ടികൾ. പൂച്ചക്കണ്ണ് ആവണേ അല്ലെ. മുമ്പത്തെ കാലത്തൊക്കെ നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് പൂച്ചക്കണ്ണ് എന്ന് പറഞ്ഞിട്ട് കളിയാക്കലായിരുന്നു. അതൊന്നും ശരിയായ കണ്ണല്ലാതെ. ഇപ്പോ അതായി കിട്ടാനാ ഈ ബ്ലൂ ഐ, ഗ്രീൻ ഐ എന്നൊക്കെ പറയുന്നത് ആളുകളിൽ ഇന്ന് വലിയ ആവേശമുള്ള സംഗതി, സൗന്ദര്യത്തിന്റെ വലിയ അടയാളമായിട്ടാണ് ഇന്നത് കണക്കാക്കപ്പെടുന്നത്. അങ്ങനെ ആടുതാനും അതിനെക്കുറിച്ചല്ല. പക്ഷേ ഇമാം ശാഫിഈ തങ്ങളെ നീലക്കണ്ണുള്ള മനുഷ്യന്മാരെ കുറിച്ചൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. ലഈമുൻ, അവരിൽ ലുഉമുണ്ടാകും, ചീച്ച മോശമായ സ്വഭാവ പെരുമാറ്റം ആ കണ്ണുള്ളവരിൽ ചില ആളുകളിലുണ്ട് എന്ന് ഇമാം ശാഫിഈ തങ്ങൾ ഫിറാസത്തിന്റെ ഇൽമ പഠിച്ചപ്പോൾ മഹാനവറുകൾ മനസ്സിലായിട്ടുണ്ട്. പക്ഷേ അനുഭവം മറ്റൊന്നാണ്. ഈ നീലക്കണ്ണുള്ള മനുഷ്യന്റെ, നീലക്കണ്ണ് പറഞ്ഞ സൂപ്പറായിട്ട് മുഖ്യ കണ്ണൊന്നും തന്നെ അർത്ഥമല്ലേ, ചെറിയൊരു നീല നിറം ഉണ്ടാവും, അത്രയേ ഉള്ളൂ. അപ്പോ ഇദ്ദേഹത്തിന്റെ വീട്ടിന്റെ അരികത്തേക്ക് വന്നപ്പോ നല്ല വിരിഞ്ഞ നെറ്റിയുള്ള നല്ല ചെറുളൻ മുടിയുള്ള ഒരു മനുഷ്യനെ കണ്ടുമുട്ടിയപ്പോ അദ്ദേഹത്തോട് ചോദിച്ചു, ഹൽ മിൻ മൻസിലിൻ അബീതു ഇൻദക്, എനിക്കിവിടെ താമസിക്കാൻ വല്ല സൗകര്യം ചെയ്തു തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു നഅം. ഓ, അതിനെന്താന്ന് ചോദിച്ചു. ഇമാം ശാഫിഈ തങ്ങൾ പറഞ്ഞു, വഹാദ നഅ്സ് അഖ്ബഥു മാ യകൂനു ഫിൽ ഫിറാസ. ഇങ്ങനെ ഒരു നെറ്റിയും മുടിയും കണ്ണിന്റെ നിറവുമുള്ള ഒരു മനുഷ്യൻ എന്നോട് മാന്യമായി അതിനെന്താ ഇവിടെ താമസിച്ചോളൂ എന്നൊരു മറുപടി പറയേണ്ട ആളല്ലല്ലോ ഇദ്ദേഹം. കാരണം എന്റെ ഫിറാസത്തിന്റെ ഇൽമിൽ ഇയാൾ മോശം സ്വഭാവക്കാരനാണ് എന്ന് ഇമാം ശാഫിഈ തങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷെ ഇയാളാണെങ്കിലോ അതിനെന്താ താമസിച്ചോളൂ എന്നാ മറുപടി പറയുന്നത്. പറയേണ്ടത് ഇവിടെ അങ്ങനെ വീടൊന്നുമില്ല, പൊയ്ക്കോ, നിങ്ങൾ ആരാ എന്ന് പറഞ്ഞ് ആട്ടിവിടേണ്ട ആള് മാന്യമായി സ്വീകരിച്ചപ്പോ ഇമാം ശാഫിഈ തങ്ങൾ പറയാൻ, അഗ്സിലു കിതാബൽ ഫിറാസ ഇദാ റഅയ്തു ഹാദാ. ഈ മനുഷ്യന്റെ സ്വഭാവം ഞാൻ മനസ്സിലാക്കിയതിന് വിരുദ്ധമായി നല്ല സൽസ്വഭാവിയാണെങ്കിൽ, സൽസ്വഭാവി അല്ല എന്നാണ് ഇമാം ശാഫിഈ തങ്ങൾ ഫിറാസത്തിന്റെ ഇൽമിലൂടെ മനസ്സിലാക്കുന്നത്. പക്ഷെ ഇയാളുടെ പെരുമാറ്റമോ വളരെ ഡീസന്റ് ആണ്. ഇനി ഞാൻ നാളെ വരെ ഇവിടെ താമസിക്കുമല്ലോ, ഇയാളുടെ വീട്ടിൽ നിന്ന് പോകുന്നതിന്റെ മുമ്പ് ഇദ്ദേഹത്തിന്റെ സ്വഭാവം ഞാൻ മനസ്സിലാക്കി വെച്ചതുപോലെ അല്ലെങ്കിൽ ഫിറാസത്തിന്റെ ഇൽമിന്റെ സർവ്വ കിതാബ് ഞാൻ വെള്ളത്തിൽ മുക്കി കളയുമെന്ന് ഇമാമുന ശാഫിഈ തങ്ങൾ.
അതൊന്നും അറിയണല്ലോ. പഠിച്ച ഇൽമിനേക്കാളും വലുതാണ് ഇവിടെ വാക്കയിൽ നടക്കുന്നതെങ്കിൽ അവിടെ ഒരു ഗുരുതരമായ ഖലലുണ്ട് എന്ന് ഇമാം ഷാഫി തങ്ങൾ മനസ്സിലാക്കാം. അങ്ങനെ ഇവിടെ താമസിച്ചു. നേരം വെളുത്തു. ഇമാം ഷാഫി തങ്ങൾ അവരോട് യാത്ര പറയാം. എന്നിട്ട് പറഞ്ഞു, ഇദാ ജിഅത ഇലാ മക്ക, ഇമാം ഷാഫി തങ്ങൾ ഇപ്പോൾ മക്കത്താണ് താമസം. നിങ്ങൾ മക്കയിലേക്ക് വരികയാണെങ്കിൽ ഫസ്അൽ അനി ഷാഫിഈ, ഷാഫിഈ എന്ന് പറഞ്ഞ ആളുണ്ടോ എന്ന് മക്കക്കാരോട് വന്ന് ചോദിക്കണം. നിങ്ങൾ എന്നോട് ചെയ്ത ഈ ഉപകാരത്തിന് ഞാൻ നിങ്ങൾക്ക് ഞാൻ ഉപകാരം ചെയ്യും. മക്കത്ത് വന്നാൽ എന്നെ ഒന്ന് വന്ന് കാണണം. ഷാഫി ഇമാം വിചാരിച്ചു ഇയാൾ ഫ്രീ ആയിട്ടാണ് താമസിക്കാൻ കൊടുത്തത്. അദ്ദേഹത്തിന്റെ മറുപടി വന്നു, മക്കത്ത് വന്ന് ഞാൻ നിങ്ങളെ അന്വേഷിക്കാൻ ഞാൻ നിങ്ങളുടെ വാപ്പയുടെ അടിമയായിരുന്നു എന്ന് ചോദിച്ചു. ഈ മറുപടിയാ വരേണ്ടത്. ഷാഫി ഇമാം അതാ കാത്തിരിക്കണത്. നിങ്ങളുടെ ഓശാരം എന്ന് വാങ്ങാൻ നിങ്ങളുടെ വാപ്പന്റെ അടിമയായിരുന്നോ ഞാൻ? ഷാഫി തങ്ങൾ വരട്ടെ, ഇത് തന്നെയാ ഞാൻ പ്രതീക്ഷിച്ചിരിക്കുന്നത്. ഈ മനുഷ്യനെ കണ്ടപ്പോ ഇമാം ഷാഫി തങ്ങളുടെ വിധിയെഴുത്ത് അങ്ങനെയാ, എന്ന് ചോദിച്ചു. അപ്പൊ ഇമാം ഷാഫി തങ്ങൾ പറഞ്ഞില്ല, എന്റെ വാപ്പാന്റെ അടിമയൊന്നുമല്ല, എന്റെ വാപ്പയെ ഞാൻ പോലും കണ്ടിട്ടില്ല. ഇമാം ഷാഫി തങ്ങൾ യതീമായി വളർന്ന മഹാനാണ് ഇമാമുന ഷാഫി തങ്ങൾ. ഇമാം ഷാഫി തങ്ങൾ യതീമായിരുന്നു റളിയല്ലാഹു അൻഹു. അയാളുടെ ചോദ്യം, ഇന്നലെ ഞാൻ കിടക്കാൻ തന്നതിന് നിങ്ങൾക്ക് താമസ സൗകര്യം തന്നതിന്റെ പൈസ എടുക്കുക എന്ന് പറഞ്ഞു. വിചാരിച്ച് ഫ്രീ ആയി കൊടുത്തതായിരുന്നു. പൈസ എടുക്കുക എന്ന് പറഞ്ഞു. ഇമാം ഷാഫി തങ്ങൾ ഇതിന് പൈസ എണ്ണി കൊടുത്തു. ഇനി വേറെന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ഞാൻ ഇന്നലെ കുറച്ച് ഖിദ്മത്തൊക്കെ ചെയ്തെന്നില്ലേ, ആ വിരിപ്പൊക്കെ നിർത്തി വെച്ചെന്നില്ലേ, അവിടത്തെ പൊടിയൊക്കെ തട്ടി തന്നില്ലേ, അതിന് വല്ലതും എടുക്കുന്ന് പറഞ്ഞു. അതിനും കുറച്ച് പൈസ കൊടുത്തു മഹാനായ ഇമാം ഷാഫി തങ്ങൾ. എന്നിട്ട് ഇയാളുടെ കമന്റ്, നിങ്ങൾ എന്നെ വല്ലാണ്ട് ബുദ്ധിമുട്ടാക്കിയല്ലോ. ഇമാം ഷാഫി തങ്ങൾ അതിനും കുറച്ച് പൈസ കൊടുത്തു. സമാധാനിക്കോട്ടെ എന്ന് വെച്ചിട്ട് അങ്ങനെ ഇമാം ഷാഫി തങ്ങൾ ഇറങ്ങി വരുമ്പോൾ അയാൾ പറഞ്ഞു, ഇറങ്ങിപ്പോ, അല്ലാഹു നിനക്ക് ശാപം തരട്ടെ, നിന്നെക്കാളും മോശപ്പെട്ട ഒരാളെ ഞാൻ കണ്ടിട്ടില്ല എന്ന്. മഅദല്ലാഹ്. ആരെപ്പറ്റി? ഇമാം ഷാഫി തങ്ങളെ കുറിച്ച് ഈ മനുഷ്യൻ പറഞ്ഞുവെന്ന് ഇമാം ഷാഫി തങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോഴേ പറഞ്ഞു, ഇത് ഇങ്ങനെ പറയേണ്ട ആളല്ല, ഞാൻ പഠിച്ചു വെച്ചതിന് വിരുദ്ധമാണ് ഇയാളുടെ സ്വഭാവമെങ്കിൽ ഫിറാസത്തിന്റെ കിതാബ് മുഴുവൻ ഞാൻ വെള്ളത്തിലിട്ട് മുക്കിക്കളയുന്നു. എന്തിനത് പഠിക്കേണ്ട കാര്യം? ഇമാം ഷാഫിഈ തങ്ങളുടെ ആ ഒരു ഹിക്മത്ത് പോലെ തന്നെ കാര്യങ്ങൾ തെളിഞ്ഞു വന്നു ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോ. ഇത് വലിയൊരു ഇൽമിന്റെ ശാഖയാണ്. ഇത് ആലിമീങ്ങൾക്ക്, മുത്തഖീങ്ങളായ സാധാരണക്കാർക്ക്, അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും കിട്ടാവുന്ന ഒരു സംഗതിയാണ്. അത് നമ്മൾ കിട്ടാതെ പോകരുത്. ദീൻ എന്ന് പറയുന്നത് വെറും നിസ്കാരം നോമ്പ് മാത്രമല്ല. അള്ളാഹുവിന്റെ വഴിയിൽ പടച്ചതമ്പുരാൻ പറഞ്ഞതനുസരിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് അള്ളാഹു നൽകുന്ന മഹത്തരമായ ചില അത്ഭുത സിദ്ധികളുണ്ട്. അതിൽപ്പെട്ടതാണ് ഖിയാഫത്ത്, അതിൽപ്പെട്ടതാണ് ഇതുപോലെയുള്ള സംഭവങ്ങൾ. ഉമർ റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, ഇദാ അന ലം അഅലം മാ ലം അറഹ് ഫലാ അലിംതു മാ റഅയ്ത്. ഇദാ ലം അഅലം മാ ലം അറഹ്, ഞാൻ കാണാത്ത കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് അറിവ് കിട്ടാതിരിക്കുകയാണെങ്കിൽ ഞാൻ കണ്ടത് എനിക്കറിയാതെ പോകും. കണ്ടത് എനിക്കറിയാൻ കഴിയില്ല, കാണാത്തത് എനിക്കറിയാൻ കഴിഞ്ഞില്ല എങ്കിൽ എന്ന് പറഞ്ഞാൽ കാണാത്ത വിഷയങ്ങളെ എനിക്കറിയാൻ കഴിയണം. അപ്പോഴേ കണ്ടത് കൊണ്ട് അറിഞ്ഞതിന് കാര്യമുള്ളൂ. സയ്യിദുനാ മൂസ അലൈഹിസ്സലാമിനെ സയ്യിദുനാ ഖിദ്ർ അലൈഹിസ്സലാമിന്റെ കൂടെ അല്ലാഹു യാത്ര ചെയ്യിപ്പിച്ചത് ഈ ഇൽമ മനസ്സിലാക്കാനാണ്, ഫിറാസത്തിന്റെ ഇൽമ. വഅമ്മൽ ഗുലാമു ഫകാന അബവാഹു മുഅ്മിനൈൻ ഫഖശീനാ അൻ യുർഹിഖഹുമാ തുഗ്യാനൻ വകുഫറാ. ഒരു കുഞ്ഞിനെ നോക്കിയിട്ട് ആ കുട്ടി വലുതായി വന്ന് പ്രായപൂർത്തിയെത്തി മുതിർന്ന ഒരു മനുഷ്യനായി, ഒരു പുരുഷനായി മാറുമ്പോൾ ഈ കുട്ടി ദൈവനിഷേധത്തിലേക്കും അല്ലാഹു ഇല്ല എന്ന ആശയത്തിലേക്കും വഴിമാറി പോവുകയും തന്റെ മാതാപിതാക്കൾ മുസ്ലിമീങ്ങളായിരിക്കെ അവരെ പോലും
അള്ളാഹുവിന്റെ വിശ്വാസമില്ലായ്മയിലേക്ക്, ദൈവനിഷേധത്തിലേക്ക്, കുഫറിലേക്ക് ഈ കുട്ടി കൊണ്ടുപോകുമോ എന്നെനിക്ക് ഭയം തോന്നുന്നു. അതുകൊണ്ടാണ് ഞാൻ ആ കുഞ്ഞിനെ കൊന്നുകളയുന്നത് എന്ന് മഹാനായ ഖിദ്ർ അലൈഹിസ്സലാത്തു വസ്സലാം. അതൊരു ഇൽമാണ്, അത് നബിയാണ്. ആ നബിയുടെ വിഷയത്തിൽ ചില ഇളവുകളുണ്ട്. നമുക്ക് ഇങ്ങനെ ഫിറാസത്തിന്റെ ഇൽമ കൊണ്ട് തോന്നി പറഞ്ഞ ആളെ കൊല്ലാനൊന്നും പറ്റില്ലേ. അതിന് തിരിച്ച് കോടതി ശിക്ഷിക്കും, ഇസ്ലാമിക കോടതിയും ശിക്ഷിക്കും. അത് വേറെ വിഷയമാണ്, അത് അംബിയാഇന്റെ വിഷയമാണ്. സയ്യിദുനാ ഖിദ്ർ അലൈഹിസ്സലാം മൂസ നബിക്ക് പറഞ്ഞു കൊടുക്കുന്ന ഇൽമും കാഴ്ചകൾക്കപ്പുറമുള്ള ഇൽമാണ്. ഇദാ ലം അഅലം മാ ലം അറ ഫലാ അലിംതു മാ റഅയ്തു എന്ന് പറയുന്നത് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളാണ്. കാണാത്ത ലോകങ്ങളെ കുറിച്ചുള്ള അറിവ് എനിക്ക് ലഭിക്കാതിരിക്കുകയാണെങ്കിൽ കണ്ടതിനെ കുറിച്ചുള്ള അറിവ് എനിക്ക് ഇല്ല എന്ന് പറയുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഇന്ന മിൻ ഉമ്മതി ലമുഹദ്ദസീന വമുകല്ലമീൻ വഇന്ന ഉമറ മിൻഹും ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബനി മുദ്ലജ് ഗോത്രക്കാർ ഖിയാഫത്തിന്റെ ആളുകളാണ്. ഖിയാഫ എന്ന് പറഞ്ഞാൽ ഒരു ചെറുക്കന്റെ മുഖത്ത് നോക്കി അവന്റെ വാപ്പ ആരാണ് എന്ന് പറയുന്ന ഒരു ശാസ്ത്രം. അങ്ങനുണ്ട്, ഒരു പരിചയം വേണ്ട. ഈ മകനെയോ വാപ്പയെ അറിയാം, തറവാടറിയാം, ഈ കുട്ടിയെ അറിയില്ല. കുട്ടിയുടെ മുഖത്ത് നോക്കി ഈ കുട്ടിയുടെ വാപ്പ ഇന്ന ആളാണ് എന്ന് പറയുന്ന ഒരു രീതിയുണ്ട്. ഖിയാഫ. റസൂലുള്ളാഹി തങ്ങളുടെ കാലത്തൊരു സംഭവം ഉണ്ടായിരുന്നു. നബി തങ്ങളുടെ ഇഷ്ടപ്പെട്ട സ്വഹാബിയാണ്. നബി തങ്ങളുടെ മകൻ മുതബന്ന, തങ്ങളുടെ അഡോപ്റ്റഡ് സൺ എന്നിവരെ മക്കക്കാര് വിളിച്ചിരുന്ന സ്വഹാബി ആരാണത്? സയ്യിദ് ബിനു ഹാരിസ റളിയല്ലാഹു അൻഹു. സയ്യിദ് ഇബ്നു സാബിത്ത് എന്നവരുണ്ട്, സയ്യിദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹു, മുഅ്തയിലെ ഷഹീദായ സ്വഹാബി. സയ്യിദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹു അബിയദു മിഥല സൂഫ്, പരുത്തി പോലെ വെളുത്തവരായിരുന്നു എന്നാ പറയാ. നല്ല വെളുത്ത മനുഷ്യനാണ്. മഹാന്റെ ഒരു മകനുണ്ട്, റസൂലുള്ളാഹി തങ്ങളുടെ ഹിബ്ബ്, പുണ്യ നബി തങ്ങളുടെ മഹ്ബൂബായ സ്വഹാബി ഉസാമത്ത് ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു. കാന അസ്വദ കൽ ഫഹം, കരിക്കട്ട പോലെ കറുത്ത നിറായിരുന്നു. ആർക്ക്? ഉസാമ റളിയല്ലാഹു അൻഹു. നബി തങ്ങളുടെ ഇഷ്ടപ്പെട്ട സ്വഹാബിയ, തങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആരുടെ മോനാ? തങ്ങളുടെ മോനെന്ന് ജനങ്ങൾ വിളിക്കുമായിരുന്ന സയ്യിദ് റളിയല്ലാഹു അൻഹുവിന്റെ മകനാണ്. വാപ്പ നല്ല വെളുത്തിട്ടും മകൻ നന്നായി കറുത്തിട്ടും. ഇപ്പൊ മുനാഫിക്കുകളിൽ ചില ആളുകൾ മദീനയിൽ ഒരു ന്യൂസ് പരത്തി, സയ്യിദിന്റെ മോൻ തന്നെയാണോ ഉസാമ? ഇങ്ങനെ വെളുവെളുത്ത വാപ്പാക്ക് എങ്ങനെ കറുകറുത്ത മോനുണ്ടായത് എന്ന് അവിടെ ഒരു സംസാരമുണ്ടായി. ആ സംസാരം ഹബീബിന് വേദനിച്ചു സ്വല്ലല്ലാഹു. തങ്ങൾക്കറിയാം ഇത് സയ്യിദ് തങ്ങളുടെ മോൻ തന്നെയാണെന്ന്. സയ്യിദ് തങ്ങൾ ഒരിക്കൽ വന്ന് പറഞ്ഞു, പൊന്നാര നബിയെ, എന്റെ കറുത്ത മോനെ കാണുമ്പോ ആളുകൾ എന്നോട് പലതും ചോദിക്കുന്നുണ്ട് നബിയെ, എനിക്ക് മറുപടി കൊടുക്കാൻ അറിയുന്നില്ല. എന്റെ ഭാര്യ വഞ്ചിച്ചവളല്ല, പക്ഷേ എങ്ങനെ വന്നു എന്ന് ചോദിക്കുമ്പോ പുണ്യ നബി തങ്ങൾ ചോദിച്ചു, അല്ല സയ്യിദേ, നല്ല വെളുവെളുത്ത കുതിരകൾക്കിടയിൽ കറുത്ത നിറമുള്ള കുതിരകൾ വരാറില്ലേ? ആ ഉണ്ട്. അതെങ്ങനെയാ? വംശപരമ്പരയിലെ ഏതെങ്കിലും ഒരാളിന്റെ ജീനിലേക്ക് പോയതായിരിക്കും അത്. അങ്ങനെ പറയില്ലേ? കറുകറുത്ത ആളുകളാണ് കുടുംബത്തിൽ മുഴുവൻ. അതിൽ വെളുത്ത കുട്ടിയുണ്ട്. അപ്പൊ എന്തേ? വല്യമ്മാന്റെ വാപ്പ വെളുത്തിട്ടായിരുന്നു, അപ്പൊ അങ്ങോട്ട് പോയതാണ്. അല്ലെ അമ്മോൻ അങ്ങനെയായിരുന്നു, അങ്ങോട്ട് പോയതാണ്. ഇങ്ങനെയൊക്കെ ഏതെങ്കിലും ഒരു കുടുംബത്തിലേക്ക് പോകാറില്ലയോ സയ്യിദേ? അതുപോലെ നിങ്ങളുടെ മകന് സംഭവിച്ചതാണ്. ഇത് നിങ്ങളുടെ മോൻ തന്നെയാണ്. ആര് പറഞ്ഞു? നബി തങ്ങൾ പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷെ മുനാഫിക്കുകൾക്ക് അതൊന്നും സാറ്റിസ്ഫൈഡ് ആയില്ല. മദീന പള്ളിയിൽ വാപ്പയും മോനും കിടക്കുകയാണ്. ഇമാം ബുഖാരി തങ്ങൾ ഉദ്ധരിച്ച ഹദീസാണെന്ന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, വാപ്പയും മോനും പുതച്ചു കിടക്കുക പള്ളിന്റെ ഉള്ളിൽ. അന്നൊക്കെ പള്ളിയിൽ കിടക്കാറുണ്ട് കേട്ടോ. നമ്മൾ പള്ളി ഇപ്പോൾ എഴുതി വെക്കും ഇവിടെ കിടക്കരുത് എന്ന്. അത് ഇടങ്ങേറാക്കിയിട്ട് എഴുതി വെക്കണതാണ്. കിടക്കുന്നതിന് വിരോധമൊന്നുമില്ല. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു 30 കൊല്ലം പള്ളിയിൽ ഉറങ്ങിയ ആളാണ്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങൾ വർഷങ്ങളോളം പള്ളിയിലായിരുന്നു ഉറക്കാന്നാണ്. കുഴപ്പമില്ല, ഓക്കെ. അങ്ങനെ സയ്യിദ് റളിയല്ലാഹു അൻഹു മുസാമതങ്ങളും വാപ്പയും മോനും ഒരുമിച്ച് ഇങ്ങനെ പള്ളിന്റെ ഉള്ളിൽ കിടക്കുമ്പോൾ ഒരു പുതപ്പിട്ട് കിടക്കുകയാണ്. രണ്ടുപേരുടെയും കാലിന്റെ അടിഭാഗം മാത്രം പുറത്തുണ്ട്.
അത് പുതച്ചിട്ടില്ല, തല പുതച്ച് കിടക്കുക. അപ്പോഴാണ് ഈ പറഞ്ഞ ബനി മുദലജ് ഗോത്രത്തിലെ മുജസ്സസ് എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ട്. അയാൾ ഖിയാഫത്തിന്റെ ആളാണ്. മുഖം നോക്കിയിട്ട് ലക്ഷണം പറയും, ഇതാരും മോനാണ്, ഏത് തറവാട്ടിലാണ്. അദ്ദേഹം പള്ളിയിലേക്ക് കയറി വന്നു. ഈ സംഭവം കണ്ട് നബി തങ്ങൾക്ക് വലിയ സന്തോഷം ഉണ്ടായിന്ന തങ്ങൾ വല്ലാണ്ട് സന്തോഷിച്ചു. ആയിഷ ബീബിയോട് പറഞ്ഞു, ആയിഷ നീ അറിഞ്ഞോ? എന്ത് നബി, എന്ത്? മുജസ്സസ് വന്നിട്ടേ ഉസാമയുടെയും വാപ്പയുടെയും വിഷയത്തിൽ തീർപ്പ് പറഞ്ഞു ആയിഷ. അയാൾ ഉസാമ തങ്ങളെ കണ്ടിട്ടില്ല, വാപ്പ സെയ്ദ് തങ്ങളെയും ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. വാപ്പയും മോനും ഇങ്ങനെ കടന്നുറങ്ങാൻ. അങ്ങനെ മുജസ്സസുൽ മുദലജി എന്ന് പറയുന്ന ഈ മനുഷ്യൻ പള്ളിയിലേക്ക് കയറി വന്നിട്ട് വാപ്പയുടെയും മോന്റെയും കാലിന്റെ അടിഭാഗം ഇങ്ങനെ കാണുന്നുണ്ട്. ഒന്ന് വെളുത്ത കാലാണ്, ഒന്ന് കറുത്ത കാലാണ്. എന്നിട്ട് മഹാനവറുകൾ ആ കാലിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു, ഇന്ന ഹാദിഹിൽ അഖ്ദാം ബഅദുഹാ മിൻ ബഅദിൻ. ഈ രണ്ട് കാലുകളും വാപ്പയുടെയും മോന്റേതും തന്നെയാണല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ചർച്ച നടക്കുന്നത് പോലും ഇയാൾക്കറിയില്ലായിരുന്നു. അദ്ദേഹം അങ്ങോട്ട് പറഞ്ഞു, ഇന്ന ഹാദിഹിൽ അഖ്ദാം ബഅദുഹാ മിൻ ബഅദിൻ. ഈ കാലുകൾ പരസ്പരം ബന്ധമുള്ളതാണല്ലോ. ഇത് ചിലതിൽ നിന്ന് ചിലതാണ് എന്ന് പറഞ്ഞാൽ ഇത് വാപ്പയുടേതാണ്, മകൻ വാപ്പയുടേത് തന്നെ, വാപ്പയാണിത്, മകനാണിത് എന്ന ആശയത്തിൽ മുജസ്സസുൽ മുദലജി റളിയല്ലാഹു അൻഹു നബി തങ്ങളുടെ മുമ്പിൽ വെച്ച് പള്ളിയിൽ വെച്ച് പറഞ്ഞപ്പോൾ എല്ലാവരും എണീറ്റു. തങ്ങളോട് ഓടിച്ചെന്ന് പറഞ്ഞു, യാ റസൂലല്ലാഹ്, മുനാഫിക്കുകൾ ഏതൊരു വിഷയം വെച്ചാണോ അങ്ങയെ കളിയാക്കിയിരുന്നത് അതിനിതാ മറുപടി പറഞ്ഞിരിക്കുന്നു മുജസ്സസ്. ബനി മുദലജ് ഗോത്രക്കാരങ്ങനെ അറിയപ്പെട്ട ആളുകളാണ്. അതിലെ വലിയ പ്രമാണിയാണ് മുജസ്സസ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം വന്നിട്ട് ഇങ്ങനെ സംഭവം പറഞ്ഞതിൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വല്ലാണ്ട് സന്തോഷിച്ചിട്ടുണ്ട്. ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ഘാതകനായിരുന്ന വഹ്ശി റളിയല്ലാഹു അൻഹു, ഹംസ തങ്ങളെ വധിക്കാൻ അദ്ദേഹം പാടുപെട്ടു. സ്വാതന്ത്ര്യം മോഹിച്ചുകൊണ്ട് ചാട്ടുളി കൊണ്ട് എറിഞ്ഞുകൊണ്ട് ഹംസ റളിയല്ലാഹു അൻഹു ഉഹദിൽ ഷഹീദാകുന്ന ചരിത്രം നിങ്ങൾക്കൊക്കെ അറിയാം. വഹ്ശി തങ്ങള്, അദ്ദേഹത്തിന് ഹംസ തങ്ങളോട് വ്യക്തിപരമായ ദേഷ്യമൊന്നും ഇല്ലായിരുന്നു. പക്ഷെ സ്വാതന്ത്ര്യം കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ ഹിന്ദ് സ്വാതന്ത്ര്യം തരാമെന്ന് പറഞ്ഞു. ഹിന്ദ് റളിയല്ലാഹു അൻഹ, നമുക്ക് റളിയല്ലാഹു അൻഹ എന്ന് പറയണം, അവർ സുഹാബിയത്താണ്. ആ വാഗ്ദത്തം ചെയ്തപ്പോ വഹ്ശി എന്നവർ ഹംസ തങ്ങളെ വധിക്കുകയാണ് ഉണ്ടായത്. പക്ഷെ ഈ വഹ്ശി എന്നവരെ വലിയ ഫിറാസത്തുള്ള മഹാനായി മാറുകയുണ്ടായി. 40 കൊല്ലം കഴിഞ്ഞതിന് ശേഷം തന്റെ ഒരു കൂട്ടുകാരനെയല്ല, 40 കൊല്ലം മുമ്പ് കയ്യിലെടുത്ത് നടന്നിരുന്ന ഒരു പിഞ്ചു പൈതൽ, ആ പൈതലിന് ഇപ്പൊ 40 വയസ്സായിട്ടുണ്ട്. ആ മനുഷ്യൻ തന്റെ കൂട്ടുകാരന്റെ കൂടെ വഹ്ശി റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിലേക്ക് വന്നുകൊണ്ട് പറഞ്ഞു ചോദിച്ചു, എന്നെ അറിയുമോ എന്ന് ചോദിച്ചു. എന്നെ അറിയോ? ഈ ചോദിക്കുന്ന ആൾക്ക് വഹ്ശി തങ്ങളെ നേരിട്ട് അറിയൂല. പക്ഷെ ആരോ പറഞ്ഞു കൊടുത്തു, നിന്റെ ചെറുപ്പത്തിൽ നിന്നൊക്കെ എടുത്തു നടന്നിരുന്ന ആളായിരുന്നു എന്ന് ഈ മനുഷ്യനോട് പറഞ്ഞിട്ടുണ്ടാകണം. വഹ്ശി തങ്ങളെ ആ മനുഷ്യനെ എങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, ലാ ഇല്ല അൻ തകൂന ഇബ്ന ഫുലാന. നീ ശരിക്കും മനസ്സിലായിട്ടൊന്നുമില്ല, നീ ഇന്നാലിന്റെ പെണ്ണിന്റെ മോനല്ലേ. ഫഖദ് ഹമൽതുക വഅൻത റദീഅ. നീ ഉമ്മയുടെ പാല് കുടിക്കുന്ന കാലം ഞാൻ നിന്നെ കയ്യിലേറ്റ് ഉണ്ടായിരുന്നല്ലോ, ആ മോനല്ലേ നീ എന്ന് ചോദിച്ചുകൊണ്ട് വഹ്ശി തങ്ങൾ ആ ചരിത്രങ്ങൾ പറഞ്ഞു കൊടുത്തു. 40 കൊല്ലം മുമ്പ് കുഞ്ഞായിരുന്ന ഒരു കുഞ്ഞിനെ 40 കൊല്ലം കഴിഞ്ഞ് മനുഷ്യനായി ഒരു വലിയ പുരുഷനായി വന്ന് തന്റെ മുമ്പിൽ നിൽക്കുമ്പോ ഒരൊറ്റ നോട്ടം കൊണ്ട് തിരിച്ചറിഞ്ഞ ആളാണ് വഹ്ശി റളിയല്ലാഹു അൻഹു. ഇതും ഒരു ഫിറാസത്താണ്, ഇതൊരു ഇൽമാണ്. ചില ആളുകൾക്ക് അല്ലാഹു നൽകുന്ന പ്രത്യേകമായ ഫിറാസത്തുൻ അദീമ എന്നൊക്കെ പറയാം. സുലൈമാൻ അലൈഹിസ്സലാം വിധി പറയുമ്പോ ദാവൂദ് അലൈഹിസ്സലാമിന്റെയും സുലൈമാൻ അലൈഹിസ്സലാമിന്റെയും ചരിത്രം പറഞ്ഞെടുത്ത് അല്ലാഹു സുലൈമാൻ നബി അലൈഹിസ്സലാമിന് ഹിക്മത്ത് നൽകി ആദരിച്ചു എന്ന് പറയുന്നുണ്ട്. ചില സാഹചര്യ തെളിവുകൾ വെച്ച് സത്യം ബോധ്യപ്പെടുന്നതും ഫിറാസത്തിന്റെ ഭാഗമാണ്. സാഹചര്യ തെളിവുകൾ, 2 പെണ്ണുങ്ങളെ ഒരാൺകുഞ്ഞിനെയും കയ്യിൽ പിടിച്ചുകൊണ്ട് ദാവൂദ് നബിയുടെ മുമ്പിൽ വന്നതാണ് ചരിത്രം. 2 പേരും മരുഭൂമിയിലൂടെ നടക്കുമ്പോ 2 പേരുടെയും കയ്യിൽ ഓരോ കുട്ടിയുണ്ട്. ഒന്ന് പെൺകുട്ടിയാണ്, ഒന്ന് ആൺകുട്ടിയാണ്. അവര് ദാവൂദ് നബിയുടെ മുമ്പിലേക്ക് ജെറൂസലേമിലേക്ക് ഫലസ്തീനിലേക്ക് വരുമ്പോ അവരുടെ കയ്യിലെ ഒരു കുഞ്ഞിനെ
ഒരു ചെന്നായ കടിച്ചു കൊണ്ടുപോയി. അത് പെൺകുട്ടിയായിരുന്നു. ബാക്കിയായ ആൺകുട്ടിയെ ആ പെൺകുട്ടിയുടെ ഉമ്മ തന്റേതാണ് എന്ന അവകാശവാദം ഉന്നയിച്ച് ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ കൊട്ടാരത്തിലേക്ക് വന്നിരിക്കുകയാണ്. അങ്ങനെ മുതിർന്നവരാരാണ്, നിങ്ങളിൽ മുതിർന്ന ആൾ ആരാണെന്ന് ചോദിച്ചു. പെണ്ണുങ്ങൾ സാധാരണ ഉത്തരം കൊടുക്കാത്തൊരു സംഗതിയാണത്. നിങ്ങൾക്ക് ആരാ വയസ്സ് കൂടുതലുള്ളതെന്ന് ചോദിച്ചപ്പോൾ ബസ് കണ്ടക്ടർ കഥ പറയാറുണ്ടല്ലോ, അങ്ങനെ സീറ്റ് എനിക്ക് വേണമെന്ന് പറഞ്ഞ് 2 പെണ്ണുങ്ങള് ഒരു സീറ്റിന്റെ അടുത്ത് നിന്ന് ഇങ്ങനെ ഒച്ചപ്പാടുണ്ടാക്കിയപ്പോഴേ ആരോ എണീറ്റപ്പോൾ ഞാൻ ഇവിടെ കാത്തുകയായിരുന്നു. അപ്പൊ ഞാനും കാത്തുകയായിരുന്നു ഈ സീറ്റിന്റെ കമ്പിമ പിടിച്ചിട്ട്. എന്റെ സീറ്റാണെന്ന് പറഞ്ഞ് 2 പെണ്ണുങ്ങൾ തർക്കിച്ചപ്പോ കണ്ടക്ടർ പറഞ്ഞോലോ, നിങ്ങൾ ആരാ മൂത്ത വെച്ച പോലെ ഇരുന്നോളി. പിന്നെ ആ സീറ്റിൽ ആരും ഇരുന്നിട്ടില്ല എന്നാ കൊണ്ടോട്ട് എത്തണവരെ കാലിയിട്ടാ പോയത്. മുതിർന്നവരാരാണെന്ന് പറയുമ്പോൾ വയസ്സായി. പെണ്ണുങ്ങൾക്ക് സാധാരണ 10 കൊല്ലം കൂടുമ്പോൾ ഒരു വയസ്സ് കൂടാറുള്ളൂ നാട്ടിലൊക്കെ. അന്നും 25ആണ്, ഇപ്പോഴും 25ആണ്, കൊല്ലം 10 കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെയൊക്കെ അവസ്ഥകൾ ഉണ്ടാവും. ദാവൂദ് നബി ചോദിച്ചു, നിങ്ങൾ ആരാ മൂത്തത്? ഒരു പെണ്ണ് പറഞ്ഞു, ഞാനാണ്. എന്നാ നിന്റേതാണ് കുട്ടി, കൊണ്ടുപോയിക്കോന്ന് പറഞ്ഞു. അങ്ങനെ കുട്ടിയെ പിടിച്ച് ഇറങ്ങി വരുമ്പോൾ സുലൈമാൻ അലൈഹിസ്സലാം ചോദിച്ചു, മൽ ഖിസ്സ, എന്താ നിങ്ങളുടെ പ്രശ്നം? പറഞ്ഞു, ഞങ്ങളുടെ കുട്ടി, ഒരു കുട്ടിയെ ചെന്നായ കൊണ്ടുപോയി, ഇത് എന്റെ കുട്ടിയാണെന്ന് ഞാൻ പറയുന്നു, അവള് പറയുന്നു അവളുടെ കുട്ടിയാണെന്ന്. നിങ്ങളുടെ ഉപ്പയായ ദാവൂദ് നബി വിധി പറഞ്ഞു, മുതിർന്ന പെണ്ണാരോ അവരെടുക്കട്ടെ ആ കുഞ്ഞിനെ എന്ന് പറഞ്ഞു. ചെറിയ റളിയായ കുഞ്ഞ്, അമ്പലോടിക്കുന്ന ചെറിയ കുഞ്ഞാണ്. സുലൈമാൻ അലൈഹിസ്സലാം പറഞ്ഞു, അവിടെ നിൽക്കി, ഞാനൊരു കത്തി കൊണ്ടുവരട്ടെ. രണ്ടുപേർക്കും വേണമെന്നല്ലേ പറയുന്നത്. ഈ കുഞ്ഞിനെ ഞാൻ കത്തി കൊണ്ട് മുറിച്ച് പകുതിയാക്കി തരാം. ഒരാൾ ഒരു പകുതി കൊണ്ടുപോയിക്കോ, മറ്റാൾ പകുതി കൊണ്ടുപോയിക്കോ. ഇതങ്ങ് പറഞ്ഞപ്പോ അൽ വലദു വലദുഹാ, ഈ കുഞ്ഞ് അവളുടെ കുഞ്ഞാണ്, യർഹമുക്കല്ലാ, ഈ കുഞ്ഞിനെ കൊല്ലല്ലേ എന്ന് അവരിൽ ചെറിയവൾ പറഞ്ഞു. സുലൈമാൻ അലൈഹിസ്സലാം പറഞ്ഞു, ഈ കുഞ്ഞ് മോളെ നിന്റെ കുഞ്ഞാണ്, നീ കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞു. കാരണം യഥാർത്ഥ ഉമ്മയ്ക്ക് അവിടെ വേദന വരുള്ളൂ. ഉടനെ പറഞ്ഞു, കുഞ്ഞിനെ കൊല്ലല്ലേ, ഇത് അവളുടെ കുഞ്ഞാ, എനിക്ക് വേണ്ട, അവളെടുത്തോട്ടെ, എന്നാലും എന്റെ കുഞ്ഞ് മരിക്കരുത് എന്ന് ആ ഉമ്മ പറഞ്ഞപ്പോൾ സുലൈമാൻ അലൈഹിസ്സലാം ഹിക്മത്ത് കൊണ്ടും സാഹചര്യ തെളിവ് കൊണ്ടും ആ കുഞ്ഞിനെ ഇളയവളായ പെണ്ണിന് കൊടുത്തു എന്നത് ഖുർആനിക ചരിത്രങ്ങളിൽ കാണാൻ കഴിയും. ഇത് തത്വജ്ഞാനമാണ്. ഇത് ഖരീനത്ത് കൊണ്ട് മനസ്സിലാക്കലാണ്. ഇത് സങ്കീർണമായ വിഷയങ്ങളെ ഗൗരവത്തോടുകൂടെ വീക്ഷിച്ചുകൊണ്ട് വിധി പറയലാണ്. നാട്ടിലൊക്കെ വിധി പറയുന്ന ആളുകൾ കാണും. മസ്അലകൾ ഡിസ്പ്യൂട്ടുകളൊക്കെ സെറ്റിൽ ചെയ്യുന്ന ആളുകൾ ഉണ്ടാവും. തർക്കങ്ങൾ പരിഹരിക്കുന്നവർ, പഞ്ചായത്ത് പറയുന്നവർ, അവരൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരുപാട് വിഷയങ്ങളുണ്ട് ശരീഅത്തിൽ മനസ്സിലാക്കാൻ. സാഹചര്യ തെളിവുകൾ കൊണ്ട് സത്യമേതാണ്, തെറ്റെവിടെയാണ്, നീതി എവിടെയാണ്, അനീതി എവിടെയാണ്, ന്യായമേതാണ്, അന്യായമേതാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ബുദ്ധികൂർമ്മത അതിലിടപെടുന്ന ആലിമീങ്ങൾക്കും ഉമറാക്കൾക്കും ഉണ്ടാകണം എന്ന് മഹാന്മാർ പഠിപ്പിക്കാറുണ്ട്. അതാണ് നമ്മളിവിടെ കാണുന്നത് സയ്യിദുനാ സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സംഭവത്തിലടക്കം. സമയം നമ്മൾ പറഞ്ഞ നേരത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. 10 മിനിറ്റിൽ അവസാനിപ്പിക്കേണ്ടതുണ്ട് ഇൻഷാ അല്ലാഹ്. ഒരാൾ വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഇന്നലി ജാറൻ യുദീനി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിക്മത്തിലൂടെ കാര്യങ്ങളെ പരിഹരിക്കുകയാണ്. അത് തങ്ങളുടെ ദഖാ ആണ്, തങ്ങളുടെ ഏറ്റവും വലിയ ബുദ്ധികൂർമ്മതയാണ്. ഒരാൾ വന്ന് പറഞ്ഞു, നബിയേ, എന്റെ അയൽവാസി എന്നെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് നബിയേ. തങ്ങൾ എന്താ മറുപടി പറഞ്ഞെന്നറിയോ? നീ പോയിട്ട് നിന്റെ വീട്ടിലെ സർവ്വ ഫർണിച്ചറും പാത്രങ്ങളും പായയും കിടക്കയും ഒക്കെ വഴിയിലേക്ക് വലിച്ചിട്. അങ്ങനെ അദ്ദേഹം വീട്ടിൽ ചെന്നു, എല്ലാ സാധനങ്ങളും വഴിയിലേക്ക് വലിച്ചിട്ടു. അപ്പൊ ആളുകളൊക്കെ ചോദിക്കാൻ തുടങ്ങി, എന്തേ? എന്റെ അയൽവാസി ബുദ്ധിമുട്ടാക്കിയപ്പോ പുണ്യനബിയോട് ഞാൻ പരാതി പറഞ്ഞപ്പോ നബി തങ്ങൾ എന്നോട് ഇങ്ങനെ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അപ്പൊ എല്ലാവരും അറിഞ്ഞു, ഇതേതോ ഈ മനുഷ്യൻ തന്റെ അയൽവാസിയെ കുറിച്ച് പരാതി പറയുന്ന വിഷയം നാട്ടുകാർ മുഴുവൻ അറിയുകയാണ്. എല്ലാവരും പറഞ്ഞു, ചങ്ങാതി, നിന്റെ ഉപദ്രവം കൊണ്ടല്ലേ ഇയാൾ ഇങ്ങനെ ആവുന്നത്, നീ ഉപദ്രവിച്ചത് കൊണ്ടല്ലേ ഇയാൾക്ക് വീട്ടിൽ നിൽക്കാൻ പറ്റാത്തത് എന്ന് പറഞ്ഞ് ആളുകൾ ഇടപെട്ടപ്പോ ഈ അയൽവാസി പറഞ്ഞു, വീട്ടിലേക്ക് സാധനങ്ങളൊക്കെ കയറ്റി വെച്ചോ, ലാ ഊദീക അബദാ, ഞാൻ ഒരിക്കലും ഇനി നിന്നെ പ്രയാസപ്പെടുത്തില്ല എന്ന് അയൽവാസി മറുപടി പറയുകയും അവരുടെ പ്രശ്നം പരിഹരിക്കപ്പെടുകയും ചെയ്തുവെന്ന് പരിശുദ്ധ ഹദീസിൽ കാണാൻ കഴിയും. ഇതൊരു ഹിക്മത്താണ്. ഒരു വിഷയത്തെ
വളരെ വ്യക്തമായും യുക്തിഭദ്രമായും കോൺഫിഡൻഷ്യലായിട്ടും പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹാൻഡിൽ ചെയ്തതിന്റെ ഉദാഹരണമാണിത്. അതിന്റെ മറ്റൊരു വശമാണ് മആരീദ് എന്ന് പറയുന്നത്. മആരീദ് എന്ന് പറഞ്ഞാൽ ദ്വയാർത്ഥമുള്ള കാര്യങ്ങൾ പറയുകയും പ്രശ്നങ്ങളെ സുരക്ഷിതമാക്കുകയും ചെയ്യുന്ന രീതിയാണ്. തങ്ങൾ യുദ്ധത്തിന് പോവുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അവിടെ ശത്രുക്കളുണ്ട് പോകുന്ന വഴിയിൽ. അവര് ചോദിച്ചു, മനിൽ ഖൗം, ആരാണ് നിങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മക്കക്കാരാണോ മദീനക്കാരാണോ മുസ്ലിമീങ്ങളാണോ ആരാണ് എന്നാണ് ഈ ചോദിക്കുന്നത്. തങ്ങൾ പറഞ്ഞു, നഹ്നു മിൻ മാ, ഞങ്ങൾ വെള്ളത്തിൽ നിന്ന് ഉണ്ടായവരാണ്. ശുദ്ധ ഖുർആൻ പറയുന്നു, വജഅൽനാ മിനൽ മാഇ കുല്ല ശൈഇൻ ഹൈ അഫലാ യുഅ്മിനൂൻ. സൂറത്തുൽ അംബിയ. എല്ലാ ജീവികളെയും നമ്മൾ ജലത്തിൽ നിന്നാണ് സൃഷ്ടിച്ചത്. അപ്പൊ ഞങ്ങൾ ജലത്തിൽ നിന്നുള്ളവരാണ്. അതൊരു മആരീദാണ്. അപ്പോ ആരാണ് ഒരു ആർമിക്ക്, ഒരു സൈന്യത്തിന് അതിന്റെ കോൺഫിഡൻഷ്യാലിറ്റി കീപ്പ് ചെയ്യണം. ഞങ്ങൾ ആരാണ് എന്ന് അവർക്ക് വെളിവാക്കി കൊടുത്താൽ അപകടങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് നഹ്നു മിൻ മാ, എന്നാൽ അത് നുണയാണോ? അല്ലതാനും. നഹ്നു മിൻ മാ കേട്ടവര് വിചാരിച്ചു മാ എന്ന് പറയുന്ന വല്ല ഗോത്രം ഉണ്ടായിരിക്കുന്നവരെ വിചാരിച്ചു കാണും. പുണ്യനബി തങ്ങളും സ്വഹാബികളും സുരക്ഷിതരായി കടന്നുപോയി എന്നാണ് ചരിത്രം. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹബീബിന്റെ കൂടെ മദീനയിലേക്ക് യാത്ര പോകുമ്പോ, ഹിജ്റ പോകുമ്പോ ഹബീബായ നബി തങ്ങളെ കുറിച്ച് ചോദിച്ചു, മൻ ഹാദാ, ആരാണിത് എന്ന് ചോദിച്ചു. സിദ്ദീഖ് തങ്ങൾ ബാക്കിലാണപ്പോ, നബി തങ്ങൾ മുമ്പിലാണ്. അവൻ സിദ്ദീഖ് തങ്ങൾ പറഞ്ഞ മറുപടിയുണ്ട്, ഹാദിൻ യദുല്ലുനി അല ത്വരീഖ്, എനിക്ക് വഴി കാണിച്ചു തരുന്ന ആളാണിത്. ഇത് നബിയാണ് എന്ന് പറഞ്ഞാൽ അപകടമാണ്. എനിക്ക് വഴി കാണിച്ചു തരുന്ന ആളാണ്. എവിടേക്കുള്ള വഴി? സ്വർഗത്തിലേക്കുള്ള വഴി എന്നാണ് സിദ്ദീഖ് എന്നവർ ഉദ്ദേശിച്ചത്. പുണ്യനബി ഞങ്ങൾക്ക് അപകടം പറ്റാതിരിക്കാൻ ഹിക്മത്ത് ഉപയോഗിച്ചു സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഒരു മുഅ്മിൻ അങ്ങനെയാണ്. ഒരു മുഅ്മിൻ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നവരാണ്. ആരെയും അപായപ്പെടുത്തുന്നവരല്ല. അതിനുവേണ്ടി യുക്തിഭദ്രമായ കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നത് ഫിറാസത്തിന്റെ ഇൽമിൽ ആലിമീങ്ങൾ ചർച്ച ചെയ്യുന്ന വിഷയമാണ്. മഹാനായ റസൂലുള്ളാഹി തങ്ങളുടെയും സ്വഹാബത്തിന്റെയും ഒരുപാട് ചരിത്രങ്ങളുണ്ട്. കൗതുകമേറിയ അബ്ബാസികളുടെയും അമവി ഭരണാധികാരികളുടെയും കാലഘട്ടങ്ങളിലെ സംഭവങ്ങളും വേറെയുണ്ട്. ഖലീഫ മൻസൂർ, അദ്ദേഹത്തിന്റെ മുമ്പിൽ ഒരാൾ വന്നിട്ട് പറഞ്ഞു, അദ്ദേഹം കച്ചവടത്തിന് പോയപ്പോ അദ്ദേഹത്തിന്റെ സമ്പത്ത് തന്റെ ഭാര്യയുടെ കയ്യിൽ ഏൽപ്പിച്ചു. കച്ചവടത്തിന് യാത്ര കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോ പെണ്ണ് പറഞ്ഞു, പൈസയൊക്കെ ആരോ അടിച്ചു മാറ്റി കൊണ്ടുപോയിട്ടുണ്ട്, എന്റെ കയ്യിൽ പൈസ ഇല്ല, പൈസ നഷ്ടപ്പെട്ടു പോയി എന്ന് പറഞ്ഞു. പരാതി പറഞ്ഞു. ഖലീഫ മൻസൂറിന്റെ മുമ്പിലേക്ക് ഇദ്ദേഹം വന്നിരിക്കുകയാണ്. അപ്പോ ഖലീഫ ചോദിച്ചു, എത്ര വർഷമായി നീ അവളെ കല്യാണം കഴിച്ചിട്ട്? ചോദിച്ചു, 1 വർഷമായിട്ടുള്ളൂ. അവള് സയ്യിബാണോ ബിഖറാണോ? മുമ്പൊരു കല്യാണം കഴിഞ്ഞ പെണ്ണാണോ അതല്ല കന്യകയായിരുന്ന പെണ്ണായിരുന്നോ? അപ്പൊ പറഞ്ഞു, അവൾ സയ്യിബാൻ. പറഞ്ഞ വേറൊരു ഭർത്താവിന്റെ കൂടെ ജീവിച്ച് തൊലാഖ് ചൊല്ലപ്പെട്ട് പോന്നവളാണ്. ആ പഴയ ഭർത്താവിന് ഇവളിൽ മക്കളുണ്ടോ എന്ന് ചോദിച്ചു. മക്കളൊന്നുമില്ല എന്ന് പറഞ്ഞു. ഖലീഫ മൻസൂറിന്റെ അദ്ദേഹം ബുദ്ധികൂർമ്മതയുള്ള ഭരണാധികാരിയാണ്. മുഅ്തസിം ബില്ല അങ്ങനെയാണ്, വാസിഖ് ബില്ല അങ്ങനെയാണ്, ഹാറൂൻ റഷീദ് അങ്ങനെയായിരുന്നു. ഇങ്ങനെ ഖലീഫ മൻസൂറിന് തോന്നി, ഈ പൈസ പോകാൻ ഇടയുള്ളത് എവിടേക്കായിരിക്കും? ഈ പരാതി പറഞ്ഞ ഭർത്താവിന്റെ കയ്യിൽ വിലയേറിയ ഒരു അത്തർ ഖലീഫ മൻസൂർ കൊടുക്കുകയാണ്. നല്ല ഒരു അത്തറിന്റെ കുപ്പി, നല്ല ഒറിജിനൽ അത്തറൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ബഷീർ ഖാൻ്റെ അടുത്തുണ്ടാവും. ബഷീർ എനിക്ക് പറ്റി തന്നിരുന്നു. ഒറിജിനൽ കിട്ടണമെങ്കിൽ അവരുടെ അടുത്തൊക്കെ ഉണ്ടാവുള്ളൂ, നമുക്കൊക്കെ വെള്ളം ചേർത്തേ കിട്ടുള്ളൂ. ഖലീഫന്റെ അടുത്ത് നല്ല ഒറിജിനൽ അത്തറുണ്ട്. ആ ഒറിജിനൽ അത്തർ നല്ല മണമുള്ളത്, വിചിത്രമായ മണം. അത് ഈ പുതിയാപ്പളുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, നീ ഈ അത്തർ ഒന്ന് തേച്ചക്ക്, മനസ്സിനൊക്കെ ഒരു സമാധാനം കിട്ടും. നല്ല മണമുണ്ടെങ്കിൽ സമാധാനം ഉണ്ടാവുന്ന ഇമാം ഷാഫിഈ തങ്ങൾ പറയുന്നൊരു വാക്കുണ്ട്, മൻ നദഫ ഥൗബുഹു ഖല്ല ഹമ്മുഹു വമൻ ത്വാബ റീഹുഹു സാദ അഖ്ലുഹു എന്ന് പറയാറുണ്ട്. വസ്ത്രം വൃത്തിയുള്ളതാണെങ്കിൽ ടെൻഷൻ ഉണ്ടാവില്ല. നമ്മൾ ഈ മുഷിഞ്ഞ നാറ്റമുള്ള വസ്ത്രമിട്ട് നടന്ന നമുക്കെൻ്റെ ടെൻഷനായിരിക്കും.
നേരെ പക്ഷെ കുളിച്ച് വൃത്തിയായി പുതിയ വസ്ത്രപ്പെട്ട് നടക്കുമ്പോൾ മനസ്സിന് സമാധാനം ഉണ്ടാവും. ഇമാം ഷാഫി തങ്ങൾ പറഞ്ഞു, വമൻ ത്വാബ റീഹുഹു സാദ അഖ്ലുഹു, നല്ല സുഗന്ധം ഉപയോഗിക്കുകയാണെങ്കിൽ ബുദ്ധി വർദ്ധിക്കും എന്ന് മഹാനവറുകൾ പറഞ്ഞിട്ടുണ്ട്. അത് മുജറബാണ്. അതങ്ങനെ ഒരു സംഭവം അലിമീങ്ങളൊക്കെ നിർദ്ദേശിക്കാറുണ്ട്. അതുകൊണ്ടാണ് ആരെങ്കിലും സമ്മാനമായി തന്നാൽ വേണ്ട എന്ന് പറയാൻ പാടില്ലാത്ത 1-2 സാധനങ്ങളുണ്ട്. ഈത്തപ്പഴം അതിൽപ്പെട്ടതാണ്, എത്തറ് അതിൽപ്പെട്ടതാണ്. ഇപ്പൊ രാജാവ് മൻസൂർ രാജാവ് ഇദ്ദേഹത്തിന്റെ പുതിയാപ്പിളിന്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ഈ അത്തർ നിങ്ങൾ ഉപയോഗിക്കുക, നല്ല സമാധാനം ഇപ്പൊ പോയിക്കോ, വിഷയത്തിന്റെ പരിഹാരം ഞാൻ കാണാമെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം പോവുകയാണ്. അദ്ദേഹം കൊട്ടാരത്തിന് പുറത്തിറങ്ങിയപ്പോ പോലീസുകാരെ മുഴുവൻ വിളിച്ചു വരുത്തി ഖലീഫ മൻസൂർ അവരോട് പറഞ്ഞു, നമ്മുടെ നഗരത്തിന്റെ 4 പ്രധാന കവാടങ്ങളിൽ നിൽക്കുന്ന മുഴുവൻ പാറാവുകാരെയും രാത്രിയും പകലും അവിടെ ഗാർഡ് ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് വരാൻ പറയണം. അങ്ങനെ അവരെ വിളിച്ചു കൊണ്ടുവന്നൊരു മീറ്റിംഗ്. എന്തിനാതെന്നറിയോ? മോഷണം പോയ സ്വത്ത് കിട്ടാനുള്ള അന്വേഷണമായിരുന്നു. പോലീസുകാരൊക്കെ വന്നു. അവർക്കും ഈ അത്തറിന്റെ ബാക്കി കുറച്ചുണ്ടായിരുന്നു. സ്മെല്ല് ചെയ്ത് കൊടുത്തു. ഓരോരുത്തർക്കും ചെറിയ ചെറിയ കുഞ്ഞു ബോട്ടിലുകളിൽ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്കൊരു ടാസ്ക് ഞാൻ നൽകുകയാണ്. ഈ അത്തറ് ഇവിടെ ഈ നാട്ടിൽ ബസ്റയിൽ ഒരാളുടെ കയ്യിലും ഉണ്ടാവാൻ സാധ്യതയില്ല. ഈ അത്തറിന്റെ ഗന്ധമുള്ള ഒരാൾ നമ്മുടെ നഗരത്തിന്റെ 4 കവാടങ്ങളിലൂടെ എപ്പോൾ കടന്നു വന്നാലും ആ ആളെ നിങ്ങൾ എന്റെ മുമ്പിലേക്ക് കൊണ്ടുവരണം. അങ്ങനെ ഇവർ പരിശോധന ആരംഭിച്ചു. ഒരു ദിവസം കഴിഞ്ഞു, ആരും കിട്ടുന്നില്ല. 3, 4, 5 ദിവസം കഴിഞ്ഞു. 10 ദിവസം കഴിഞ്ഞതിന് ശേഷം ഒരാൾ, ഇത് വല്ലാത്ത സുഗന്ധമുള്ള ഒരു അത്തറായിരുന്നു. അങ്ങനെ നോക്കുമ്പോ ഒരാൾ ആ വഴിയിലൂടെ കടന്നു വരുന്നു. പോലീസുകാരൻ ഐഡന്റിഫൈ ചെയ്തു, അയാളെ പിടിച്ചു. നിങ്ങൾ ഖലീഫ കാണണമെന്ന് പറയുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ആ വന്ന പുതിയാപ്പിള അല്ലത്, ഇത് വേറൊരാളാണ്. അയാളെ കൊണ്ടുപോയി ഖലീഫയുടെ മുമ്പിലേക്ക്, ഖലീഫ മൻസൂറിന്റെ മുമ്പിലേക്ക്. അദ്ദേഹം ചോദിച്ചു, ഈ അത്തർ നിനക്ക് എവിടെ നിന്ന് കിട്ടിയതാണ്? അപ്പൊ അദ്ദേഹം കടന്ന് പരുങ്ങാൻ തുടങ്ങി. അദ്ദേഹത്തിന് മറുപടി പറയാൻ പറ്റുന്നില്ല. അപ്പൊ പറഞ്ഞു, ഇതെനിക്കൊരു പെണ്ണ് തന്നതാണ്. ആരാണവൾ? എന്റെ പഴയ ഭാര്യ. ഞാൻ അവളെ തൊലാക്ക് ചൊല്ലിയതാണ്. അവളെ ഹാജരാക്കി നോക്കുമ്പോ ഈ പരാതി പറഞ്ഞ ആളിന്റെ ഭാര്യയാണിത്. ഖലീഫ മൻസൂറിന്റെ ബുദ്ധി പോയത് നോക്കണം. അദ്ദേഹം ഇവിടെ ഇടപെട്ടു. അദ്ദേഹം പറഞ്ഞു, തന്റെ പരാതി പറഞ്ഞ ആളോട് പറഞ്ഞു, നിങ്ങളുടെ ഭാര്യയുടെ മനസ്സിപ്പോഴും തന്റെ പഴയ ഭർത്താവിന്റെ കൂടെയാണ്. അയാളോട് പറഞ്ഞു, നിങ്ങൾ ചെയ്ത അന്യായത്തിന് ശിക്ഷ വിധിക്കാൻ പോവുകയാണ്. ആ ശിക്ഷയിൽ നിന്ന് നിങ്ങൾക്ക് മോചനം വേണമെങ്കിൽ എത്ര കാശാണോ നിങ്ങളുടെ കയ്യിൽ ഇവൾ കൊണ്ടുവന്നു തന്നത്, ആ പൈസ മുഴുവൻ ഇവിടെ വെച്ചേക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ശിക്ഷയാണ്. ഇയാളുടെ പൈസ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ആ കാശ് ഈ പെണ്ണ് തന്റെ പഴയ ഭർത്താവിന് തൊലാഖ് ചൊല്ലിക്കഴിഞ്ഞ തന്റെ ഭർത്താവിന് തന്നെ കൊണ്ടുപോയി കൊടുത്തതായിരുന്നുവെന്ന് ഖലീഫ മൻസൂർ കണ്ടെത്തുകയാണ്. ഭരണാധികാരികളുടെ ബുദ്ധികൂർമ്മത വലുതായിരുന്നുവെന്ന്, അവരുടെ ഇടപെടലിന്റെ സൂക്ഷ്മജ്ഞാനത്തിന്റെ അല്ലെങ്കിൽ അവരുടെ നിരീക്ഷണത്തിന്റെ മൂർച്ച വളരെ വലുതായിരുന്നു. ഇയാൾ ആ പൈസയൊക്കെ കൊണ്ടുപോയി കൊടുത്തു. എന്നിട്ട് പുതിയാപ്പിളയോട് പറഞ്ഞു, നിങ്ങളുടെ കാശ് ഞാൻ തിരിച്ചു തന്നു, ഇനി നിങ്ങളുടെ കുടുംബത്തിൽ എനിക്ക് ഇടപെടാൻ അവസരമുണ്ടാക്കി തരണം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, നിങ്ങൾ ഈ പെണ്ണിനെ തൊലാക്ക് ചൊല്ലുകയാണെങ്കിൽ ഇവളുടെ ആദ്യ ഭർത്താവിലേക്ക് അവൾക്ക് തിരിച്ചു പോകാൻ പറ്റും. കാരണം അവളുടെ മനസ്സിൽ അയാളോട് ഇപ്പോഴും പ്രേമമാണ്, ഇഷ്ടമാണ്. അതുകൊണ്ട് തന്റെ ആദ്യ ഭർത്താവിലേക്ക് തിരിച്ചു പോകണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളുടെ സാധനങ്ങൾ മോഷ്ടിക്കപ്പെടുന്നത്. ഞാൻ നിങ്ങൾക്ക് തന്ന അത്തർകുപ്പി പോലും അവൾ തന്റെ ആദ്യത്തെ ഭർത്താവിന് കൊണ്ടുപോയി കൊടുത്തില്ലേ? അങ്ങനെ സമ്മതത്തോടുകൂടെ അവളെ തൊലാക്ക് ചൊല്ലുകയും തന്റെ ആദ്യ ഭർത്താവിലേക്ക് അവൾ തിരിച്ചു പോവുകയും ചെയ്തത് നമ്മുടെ പണ്ഡിതന്മാർ കിതാബുകൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇത് ഖലീഫ മൻസൂറിന്റെ ഒരു ഫിറാസത്തായിരുന്നു. എങ്ങനെ ഇത് കണ്ടെത്തി എന്നത്. എത്രയോ കൊലപാതകങ്ങളും മോഷണങ്ങളും ഇതുപോലെ തെളിയിക്കപ്പെട്ട സംഭവങ്ങൾ നമ്മുടെ കിതാബുകളിൽ കാണാൻ കഴിയും. സമയം അധികരിച്ചതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്, വൈൻഡപ്പ് ചെയ്യുകയാണ്. മഹാനായ
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അസ്ഹാബുകളും അവിടുത്തെ താബിഈങ്ങളും കൈവരിച്ച ഈ ഒരു മഹത്വത്തിന്റെ ആകത്തുകയെ വിശുദ്ധ ഖുർആനിൽ ഒരു ആയത്ത് കൊണ്ട് നമുക്ക് വ്യാഖ്യാനിക്കാം. വമല്ലം യജ്അലില്ലാഹു ലഹു നൂറാ വമല്ലം യജ്അലില്ലാഹു ലഹു നൂറൻ ഫമാ ലഹു മിൻ നൂർ. അല്ലാഹു ഒരാൾക്ക് പ്രകാശം നൽകിയില്ല എങ്കിൽ ആ മനുഷ്യന് പ്രകാശം ഒന്നുമേ ലഭിക്കുകയില്ല. ഇതൊരു പ്രകാശമാണ്, അല്ലാഹു നൽകുന്ന പ്രകാശമാണ്. മഹാനായ ശിഹാബ് ബിൻ ശുജാഉൽ ഖർമാനി റഹ്മത്തുള്ളാഹി അലൈഹി പറയുമായിരുന്നു, ലാ തുഖ്തിഉ ലഹു ഫിറാസ. അദ്ദേഹം കൃത്യമായ ഫിറാസത്തുള്ള മുഖലക്ഷണമുള്ള മഹാനായിരുന്നു. മൻ അമ്മറ ളാഹിറഹു ബിത്തിബാഇസ് സുന്നഹ്. ഹബീബായ നബി തങ്ങളുടെ സുന്നത്ത് അനുസരിച്ച് ഒരാൾ തന്റെ പ്രത്യക്ഷമായ കാര്യങ്ങളെ ക്ലിയർ ചെയ്യുകയും വബാതിനഹു ബിദവാമിൽ മുറാഖബ, തന്റെ രഹസ്യമായ ജീവിതം അല്ലാഹു എന്നെ കാണുന്നുണ്ട് എന്ന മുറാഖബത്തിന്റെ ബോധത്തിൽ തന്റെ ആന്തരിക സ്വഭാവങ്ങളെ നന്നാക്കുകയും ചെയ്താൽ വകഫ നഫ്സഹു അനിശ് ശഹവാത്ത്, ശരീരം ആഗ്രഹിക്കുന്ന എന്നാൽ അല്ലാഹു ഇഷ്ടപ്പെടാത്ത ശഹവത്തുകളിൽ നിന്ന് ശരീരത്തെ ഒരാൾ നിയന്ത്രിക്കുകയും ചെയ്താൽ വഅകലൽ ഹലാൽ, ഹറാം തിന്നാതെ ഹലാലിന്റെ സമ്പാദ്യം മാത്രം സ്വീകരിക്കുകയും ചെയ്താൽ ലം തുഖ്തി ലഹു ഫിറാസ, അവരുടെ മുഖലക്ഷണം കൃത്യമായിരിക്കും, അവരുടെ മുഖലക്ഷണം ശരിയായിരിക്കും. അതുകൊണ്ട് മഹാന്മാർ പറയും, ഇതിനാദ്യം വേണ്ടത് ഗള്ളുൽ ബസ്വരി അനിൽ മുഹറമാത്ത്, കണ്ണുകളെ ഹറാമിൽ നിന്ന് സൂക്ഷിക്കലാണ്. മൊബൈൽ ഫോണുകളിലെ ചിത്രങ്ങളോ വീഡിയോകളോ മെസ്സേജുകളോ പരസ്യങ്ങളോ പോലും മുഅ്മിനായ മനുഷ്യന് കാണാൻ പാടില്ലാത്തത് കണ്ണ് ചിമ്മുന്ന ഒരു സ്വഭാവമുണ്ടെങ്കിൽ നമുക്ക് അത് വലിയ ഗുരുതരമായ ഒരു അപകടമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ. കണ്ണുകൊണ്ട് മനുഷ്യൻ ചെയ്യുന്ന നോട്ടം കൊണ്ടുണ്ടാകുന്ന തെറ്റുകൾ എത്ര വലുതാണ്. മൻ ഗല്ല ബസറഹു അനിൽ മുഹറമാത്ത്, അതുകൊണ്ട് ഹറാമിലേക്ക് നോക്കാതെ കണ്ണുകളെ സൂക്ഷിക്കുക എന്നത് ഫിറാസത്തിന്റെ ഇൽമ ലഭിക്കാൻ അനിവാര്യമാണ്. വകഫുൻ നഫ്സി അനിശ് ശഹവാത്ത്, ശരീരത്തിന് ഇഷ്ടമുള്ളത് മ്യൂസിക് അതിൽപ്പെട്ടതാണ്, ഡാൻസ് അതിൽപ്പെട്ടതാണ്. മുഖാലത്വ, ആണുങ്ങളും പെണ്ണുങ്ങളും കൂടി കലരുന്നതിൽപ്പെട്ടതാണ്. കാണാൻ പാടില്ലാത്തത്, കേൾക്കാൻ പാടില്ലാത്തത്, ചെയ്യാൻ പാടില്ലാത്തത് ചെയ്യണമെന്ന് ശരീരം പറയുമ്പോൾ അതിനെ നിയന്ത്രിക്കുകയും ചെയ്താൽ വതഅവദ അക്ലൽ ഹറാം, വതഅവദ അക്ലൽ ഹലാൽ, ഹലാൽ ഭക്ഷിക്കുന്നത് ശീലമായി മാറുകയും ചെയ്താൽ വഅൻ യകൂന മുറാഖിബൻ ലില്ലാഹി അസ്സ വജൽ, അല്ലാഹു എന്നെ വീക്ഷിക്കുകയാണ്, അല്ലാഹു നാദിരി, അല്ലാഹു ഷാഹിദി, അല്ലാഹു മഈ, പടച്ചവൻ എൻ്റെ കൂടെയുണ്ട്, അല്ലാഹു എന്നെ നോക്കുകയാണ്, അല്ലാഹു എൻ്റെ കർമ്മങ്ങൾക്ക് സാക്ഷിയാണ് എന്ന ബോധം ഒരാളിലുണ്ടെങ്കിൽ അവർക്ക് ഫിറാസത്തിന്റെ ഇൽമ അല്ലാഹു നൽകിയിരിക്കുമെന്ന് മഹാന്മാർ പഠിപ്പിക്കുകയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. അല്ലാഹുവിനെ ഭയപ്പെട്ട് അവനനുസരിച്ച് ജീവിക്കുന്ന സജ്ജനങ്ങളായി അല്ലാഹു നമ്മെ മാറ്റിത്തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പാണക്കാട് സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങളും മുസ്തഫ ഹുദവി ആക്കോട് ഉസ്താദും നേതൃത്വം നൽകുന്ന ആക്കോട് ഇസ്ലാമിക് സെന്ററിൽ ഈ വരുന്ന ഏപ്രിൽ 16-ന് 7 യതീമക്കളുടെ വിവാഹവും ഹാഫുലീങ്ങളുടെ സനദ്ദാനവും നടക്കുകയാണ്. അത്തരം 435 പിതാവ് നഷ്ടപ്പെട്ട മക്കളുടെ ജീവിതത്തിൽ അവരോടൊപ്പം ചേർന്ന് നിന്ന് ആ മക്കൾ 7 പേരുടെയും വിവാഹത്തിന് നമ്മുടെ മക്കളുടെ വിവാഹം പോലെ നമ്മളൊക്കെ പങ്കെടുക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. യതീമിനെ സംരക്ഷിക്കുന്നതും അവരെ സന്തോഷിപ്പിക്കുന്നതും അല്ലാഹുവിൻ്റെ റസൂൽ ഏറെ ഇഷ്ടപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് എല്ലാവരും നമ്മുടെ സമാപന പരിപാടി വിജയിപ്പിക്കണമെന്ന് സംഘാടകർക്ക് വേണ്ടി
അഭ്യർത്ഥിക്കുകയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി അലാ കുല്ലി ഹാൽ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ വ മൗലാനാ മുഹമ്മദ്. റഹ്മർ റഹീമേ, ഞങ്ങൾ പറഞ്ഞതും കേട്ടതും സ്വീകരിക്കണേ തമ്പുരാനെ. ഈ പരിപാടിയെ നീ സ്വീകരിക്കണേ റബ്ബേ. ഇവിടെ ഇനി നടക്കാൻ പോകുന്ന 3 ഹാഫിളീങ്ങളുടെ ഖിറാഅത്ത്, അതിൽ അവരുടെ ഫൈനൽ നിർണയം നടക്കാൻ പോവുകയാണ്. വിശുദ്ധ ഖുർആനിന്റെ പാരായണം, അത് കേൾക്കുന്നത്, അത് അറിയുന്നത്, പഠിക്കുന്നത്, പഠിക്കാൻ സഹായിക്കുന്നതൊക്കെ വളരെ പുണ്യമാണല്ലോ. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ ഖുർആന്റെ ഖാദിമീങ്ങളിൽ പെടുത്തണേ റബ്ബേ. രോഗികൾക്ക് ശിഫ നൽകണേ റബ്ബേ. മരണപ്പെട്ടവർക്ക് ഖബർ ജീവിതം സന്തോഷത്തിലാക്കണേ റബ്ബേ. ഞങ്ങളൊക്കെ ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കുന്നവരായി നീ സ്വീകരിക്കണേ റബ്ബേ. മക്കളെ സ്വാലിഹീങ്ങളാക്കി തരണേ റബ്ബേ. അവരിൽ കൺകുളിർമയെ തരണേ റബ്ബേ. കുടുംബങ്ങളിൽ സന്തോഷം നൽകണേ റബ്ബേ. കച്ചവടങ്ങളിൽ, ജോലിയിൽ ബറക്കത്ത് നൽകണേ റബ്ബേ. ഈ സ്ഥാപനത്തെ, അക്കോട് ഇസ്ലാമിക് സെന്ററിനെ ഇത്ര വലിയ വിജയമാക്കി തീർക്കാൻ പ്രവർത്തിച്ച ഇതിൻ്റെ ഭാരവാഹികൾ, ഗൾഫിലെയും ഖത്തറിലെയും UAE-യിലെയും സൗദിയിലെയും ഒക്കെ ഇതിൻ്റെ പ്രവർത്തകരുണ്ട്. ഒമാനിലെ ഇതിൻ്റെ പ്രവർത്തകരുണ്ട്. നമ്മുടെ നാട്ടിൽ കണ്ണൂരിലും മലപ്പുറം ജില്ലയിലും വിവിധ പ്രദേശങ്ങളിൽ ഈ സ്ഥാപനത്തിൻ്റെ ഭാരവാഹികൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ നാടുമായിട്ടൊന്നും അവർക്ക് ബന്ധമുള്ളവരല്ല. ബന്ധം ഈമാനിൻ്റെ ബന്ധമാണ്. അല്ലാഹുവേ, നീ അനുഗ്രഹിക്കണേ റബ്ബേ. ഇത്രയും കാലം നടന്ന എല്ലാ നന്മകളെയും നീ കബൂൽ ചെയ്യണേ റബ്ബേ. ഇവിടെ നിന്ന് അങ്ങോട്ടും അനന്തമായ സാധ്യതകൾ തുറന്നു വെച്ച് ദീനിൻ്റെയും നാടിൻ്റെയും സമൂഹത്തിൻ്റെയും ഖിദ്മത്തിന് പ്രതിജ്ഞാബദ്ധരായ ഒരു സമൂഹത്തെ വാർത്തെടുക്കാനാവുന്ന സർവ്വവിധ സംവിധാനങ്ങളും ഒരുക്കാൻ ഇതിൻ്റെ ഭാരവാഹികൾക്ക് നീ തൗഫീഖ് നൽകണേ തമ്പുരാനെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഖുർആനിന്റെ പാരായണം, അതിൻ്റെ മഹത്വം പറയേണ്ടതിൽ ഒരൊറ്റ ആയത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ. وَنُنَزِّلُ مِنَ الْقُرْآنِ مَا هُوَ شِفَاءٌ وَرَحْمَةٌ لِلْمُؤْمِنِينَ وَلَا يَزِيدُ الظَّالِمِينَ إِلَّا خَسَارًا. അല്ലാഹുവിൻ്റെ അനുഗ്രഹവും അല്ലാഹുവിൽ നിന്ന് ശിഫയും വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു ഇറക്കി തന്നിരിക്കുകയാണ്. ആ ഖുർആനിന്റെ പാരായണം നടക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണേ. പിശാചുക്കൾ പോലും ശ്രദ്ധിച്ചു കേൾക്കുമെന്ന്. ജിന്നുകൾ സാഗൂതരായി ഹബീബിന്റെ ഖിറാഅത്തിനെ ശ്രദ്ധിച്ചുവെന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ജിന്നിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ നടക്കാൻ പോകുന്ന അടുത്ത പരിപാടി വിശുദ്ധ ഖുർആനിലെ ഒരു പാരായണ മത്സരാർത്ഥികളെ തെരഞ്ഞെടുക്കുകയാണ്. നിങ്ങളൊക്കെ സാന്നിധ്യം കൊണ്ടും ശ്രദ്ധ കൊണ്ടും ഈ പരിപാടിയെ വിജയിപ്പിക്കണമെന്ന് ഒന്നുകൂടെ അഭ്യർത്ഥിച്ചുകൊണ്ട് വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.